കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കാവോ? കേൾക്കാം. വീഡിയോ കാണുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം. കേരള കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജ് ഹോർട്ടിക്കൾച്ചർ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്ന സുഭിക്ഷ കേരളം ഉദ്യാന കൃഷിയിലൂടെ എന്ന വെബിനാർ പരമ്പരയുടെ 31ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഉദ്യാന വിളകളുടെ ജൈവ പരിപാലനം. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ KE ഉഷ. ഉഷ ടീച്ചർക്ക് കേരള കാർഷിക സർവകലാശാലയിൽ 32 പരം വർഷത്തെ സർവീസ് ഉണ്ട്. നെല്ല്, പച്ചക്കറി, കശുമാവ്, വാഴ എന്നീ വിളകളിൽ ഗവേഷണ പരിജ്ഞാനമുണ്ട്. നിരവധി വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ജൈവ കൃഷിയാണ് ഏറ്റവും താല്പര്യമുള്ള ഗവേഷണ മേഖല. 25 ഗവേഷണ ലേഖനങ്ങളും ഉൾപ്പെടെ അനവധി പ്രസിദ്ധീകരണങ്ങൾ രചിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും കർഷകർക്കും മറ്റും പരിശീലന ക്ലാസുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ വെള്ളാണിക്കരയിലെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് യൂണിറ്റിന്റെ മേധാവിയാണ്. പച്ചക്കറി വിത്തുകൾ, നടീൽ വസ്തുക്കൾ, ജൈവവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിപുലമായ ഉൽപാദനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ടീച്ചറിനെ ക്ലാസ് എടുക്കുന്നതിനായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ ടീച്ചർ. നമസ്തേ. കേൾക്കുന്നില്ലേ? കേക്കാം. വീഡിയോ കാണുന്നില്ലേ അല്ലേ? ഇപ്പൊ കാണാണ്ടല്ലോ അല്ലേ? ശരി. തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ ടീച്ചർ. സ്ലൈഡും സ്ലൈഡ് സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം പറയാണ്. ഇത്രയും ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. കാരണം എല്ലാ വിളകളും എങ്ങനെ പരിപാലിക്കാം, അതും ജൈവ രീതിയിൽ. കാരണം ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞു അല്ലെ. പച്ചക്കറി അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങള്, അധികവും നമ്മുടെ ടെറസില് ഗ്രോ ബാഗുകളിലെ കൃഷി, അങ്ങനെ സ്ഥലമുള്ളവര് മണ്ണിൽ തന്നെ. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഈ വിഷമില്ലാത്ത പച്ചക്കറികൾ, അതായത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും വിഷമില്ലാത്ത പച്ചക്കറികളും കഴിക്കുക എന്നുള്ള ഒരു, അവനവന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കഴിക്കുക എന്നുള്ള ഒരു ഇത് വന്നു. അതോടൊപ്പം മറ്റ് ഫല വൃക്ഷങ്ങളും എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ കൂടുതല് ഈ കൃഷിയിലേക്ക് ഇറങ്ങും ചെയ്തു. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറെ എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പൊ ഈ ജൈവ കൃഷി രീതിക്ക് കൊടുക്കുന്ന പ്രാധാന്യം. കാരണം നമുക്ക് വരുന്ന പല അസുഖങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ആരോഗ്യ ഇതിലൊക്കെ കുറെ കാര്യങ്ങള് ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജൈവ കൃഷിയിലേക്ക് വരുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് അത്യാവശ്യം ചില വിളകൾക്ക് നമ്മൾ ജൈവ കൃഷിയിൽ എന്തൊക്കെ അനുവർത്തിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ എഴുതിയെടുക്കാം, അത് ഞാൻ അവസാനം പറയാം. എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ചെറുതായിട്ട് കാര്യങ്ങൾ തുടങ്ങാം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ ഭൂമി, ഇപ്പൊ നമുക്ക് ഈ കോവിഡ് അല്ലെങ്കിൽ സുനാമി പോലത്തെ എല്ലാം വരണത് ഒരു പരിധി വരെ നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലും കാട് നശിപ്പിച്ചിട്ടും അല്ലെ, പലതരത്തിലും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അതായത് അന്തരീക്ഷ മലിനീകരണം, നിങ്ങൾക്കൊക്കെ അറിയാം, ഓസോൺ പാളിയിൽ വിള്ളൽ വന്നു എന്ന് പറയും, മറ്റത് ചെയ്തു. ഇതിനെല്ലാം നമ്മൾ ഈ ഇതിനെ കുറ്റം പറയുന്നു വേണ്ട, രാസവളങ്ങളെ, രാസമരുന്നുകള്. പക്ഷെ ഒരു പരിധി വരെ ഒരു കാരണം ഇങ്ങനത്തെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. അത് ഈ ഹരിത വിപ്ലവം വന്നു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ചും, പണ്ടൊക്കെ നമ്മള് തോലും വളമിട്ട് കഴിഞ്ഞിട്ടാണ്, ആദ്യം നമ്മള് ജൈവ രീതിയിൽ തന്നെ പറയാം, വീട്ടിലെ ചാണകവും ചാരമൊക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്, പാടത്തും ആവട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഈ ഹരിത വിപ്ലവം വന്ന് കൂടുതൽ വിളവ് വേണ്ടി വരുന്ന പറഞ്ഞപ്പോ നല്ല ഇനങ്ങൾ കൃഷി ചെയ്ത്, കൂടുതൽ വിള കിട്ടുന്ന ഇനങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോ മണ്ണിന്റെ ഫലപുഷ്ടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ രാസവളങ്ങൾ വന്നത്. പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മടിയന്മാരായി. രാസവളങ്ങൾ എളുപ്പത്തിൽ ഇടാം, പെട്ടെന്ന് യൂറിയൊക്കെ ഇട്ടാൽ നല്ല പച്ചപ്പ് വരും. അപ്പൊ നമ്മുടെ വിചാരം നല്ല രസമായിരിക്കുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കീടരോഗങ്ങളും വരും, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അങ്ങനെ
നമ്മൾ അന്തരീക്ഷത്തിനെ മലിനീകരിച്ചു. കാരണം ഈ ഫാക്ടറികൾ ഒക്കെ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ പോയിട്ട് ഓസോൺ പാളികളിൽ തന്നെ വിള്ളൽ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷ മലിനീകരണം എന്നുള്ളതിനെ പറ്റി കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഈ കീടനാശിനികൾ, വളങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഇടുമ്പോൾ നൈട്രേറ്റ് നമ്മുടെ കുടിവെള്ളത്തിലും ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബ്ലൂ ബേബീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, പലതരത്തില് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ അതൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കിപ്പോ കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ കീടനാശിനികൾ ഉപയോഗിച്ച് നമ്മൾ മണ്ണ്, വെള്ളം, പ്രത്യേകിച്ച് കുടിവെള്ളം ഇതൊക്കെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഏറ്റവും ശുദ്ധമെന്ന് പറയുന്ന ഒരു ആഹാര വസ്തു എന്താന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ പാല് തന്നെയാണ്, അല്ലെ? മുലപ്പാല്, അതാണ് വെപ്പ്. പക്ഷെ ഞങ്ങളൊക്കെ BSc അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ ഒരു 78 to 82 ആ കാലഘട്ടത്തില് ഞങ്ങളുടെ അന്ന് ടീച്ചർമാര് പഠിപ്പിക്കുമ്പോ പറഞ്ഞിരുന്നു, മുലപ്പാലില് വരെ പണ്ട് ഉറുമ്പിനെ കളയാൻ വേണ്ടി, അകറ്റാൻ വേണ്ടി DDT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിരോധിച്ചു. ഗമാക്സിൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പണ്ട്. എനിക്ക് ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അത് ഓർമ്മയുണ്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ പഠിച്ചപ്പോ സാറുമാര് പറഞ്ഞു തന്നു, ഈ മുലപ്പാലില് വരെ DDTയുടെ അംശം കണ്ടെത്തിയിരുന്നു. അതെങ്ങനെയാ അമ്മയുടെ പാലിൽ അത് വരണത്? നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ കൂടെ. പിന്നെ അതുപോലെ നമുക്കറിയാം, കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ അമ്മയുടെ പൊക്കിൾക്കൊടി വഴി, ആ പൊക്കിൾക്കൊടിയിലത്തെ രക്തം വഴിയാണ് കുട്ടിക്കുള്ള ഭക്ഷണം വരുന്നത്, അല്ലെ? മുറിച്ച് കഴിയുമ്പോഴേ നമ്മള് പിന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങുള്ളൂ കുട്ടി പുറത്തു വന്നിട്ട്. അപ്പൊ ആ പൊക്കിൾക്കൊടിയിലെ രക്തത്തിൽ വരെ കീടനാശിനിയുടെ അംശം കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പലതും പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും കുറച്ചിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. മറ്റു നമ്മൾ ഇഷ്ടം പോലെ മരുന്നടിക്കുക, വളമിടുക, അങ്ങനെ നമ്മൾ ചെടിയെ എത്രയൊക്കെ ഇതാക്കാൻ പറ്റുമോ അത്രയൊക്കെ. അപ്പൊ നമുക്കറിയാം പണ്ട് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കണം. അതേപോലത്തെ അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് എല്ലാം ആവശ്യത്തിലധികം കൊടുത്തുകൊണ്ടും അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് കൊടുത്തുകൊണ്ടും ഒക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ ജൈവ കൃഷി അല്ലെങ്കിൽ പ്രകൃതി കൃഷി, നിങ്ങളെ ചിലപ്പോ സുഭാഷ് പലേക്കറിന്റെ പ്രകൃതി കൃഷിയെ പറ്റി കേട്ടിട്ടുണ്ടാവും, ചിലവരിപ്പോ അത് ചെയ്യണുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് തൽക്കാലം പറയാം പരിസ്ഥിതിയായിട്ട് ഇണങ്ങുന്ന ഒരു രീതിയിൽ. കാരണം ഈ സുഭാഷ് പലേക്കറിന്റെ ഇതിൽ 4 സാധനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബീജാമൃതം 5 സാധനങ്ങൾ, ജീവാമൃതം, നീമാസ്ത്ര, അഗ്നേസ്ത്ര ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ ജൈവ കീടനാശിനികളും. അപ്പൊ അത് ഒരു പശുവിനെ, നാടൻ പശുവിനെ വെച്ച് 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്. നമ്മൾ കാർഷിക സർവകലാശാലയിൽ അത് മാത്രമായിട്ടൊന്നും പഠനം നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ അതിലെ ജീവാമൃതം എടുത്തുകൊണ്ട് ഈ ജൈവ കൃഷി രീതിയിൽ കൂടെ പരീക്ഷണം നടത്തിയപ്പോ നമുക്കത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഇനി അടുത്തതിൽ പറയാം. അപ്പൊ നമ്മളിപ്പോ ഈ ജൈവ കൃഷി അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പരിസ്ഥിതിയെ അധികം വേദനിപ്പിക്കാതെ ചെയ്യുന്ന കൃഷി എന്നുള്ള നിലയ്ക്കാണ് അന്തരീക്ഷ മലിനീകരണം തടയുക. അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സൈക്കിളുകൾ, ഓരോ ജീവികൾ, അതായത് ചെറിയ പ്രാണികളെ നശിപ്പിക്കുന്ന, വലിയ പ്രാണികള് അതിനെ നശിപ്പിക്കുന്ന, അങ്ങനെ ഒരു സൈക്കിൾ. അപ്പൊ നമ്മുടെ പ്രകൃതി തന്നെ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെയൊക്കെ മുറിച്ചു പോയി. അതായത് അതുകൊണ്ടാണ് ചിലത് കൂടുന്ന, ചിലത് പറയണം. അപ്പൊ നമ്മുടെ പാടത്ത് തവള ഉണ്ടാവും, നീർക്കോലി ഉണ്ടാവും, അല്ലെങ്കിൽ ഞണ്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ കുറെ പ്രാണികളെയൊക്കെ തിന്ന് നശിപ്പിച്ചിരുന്നു. അപ്പോ നമ്മുടെ ഈ അമിതമായിട്ടുള്ള വിഷപ്രയോഗം മൂലം നമുക്ക് ആവശ്യമുള്ള പലതിനെയും നഷ്ടപ്പെട്ടു, ചിലത് പെരുകി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇതിലേക്ക് വന്ന് തിരിച്ചു വരികയാണ് പ്രകൃതിയിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും സുരക്ഷിത അല്ലെങ്കിൽ നല്ല വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇനി നമ്മളിപ്പോ ഈ ജൈവ കൃഷി അല്ലെങ്കിൽ പരിസ്ഥിതി കൃഷി അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ളത് പറയും. കമ്പോസ്റ്റ്, പിന്നെ നമ്മുടെ മൃഗങ്ങളുടെയൊക്കെ വിസർജ്യങ്ങൾ അല്ലെങ്കിൽ പക്ഷികളുടെ വിസർജ്യങ്ങള്, ബയോഗ്യാസിന്റെ സ്ലറി, അങ്ങനെ കുറെ കമ്പോസ്റ്റിന് നമ്മൾ വാഷ് ചെയ്ത വെള്ളം വരും, വെർമി വാഷ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോ വേറൊരു ചോദ്യം വരുന്നത് എന്താ വെച്ചാല്, ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇട്ട് കഴിയുമ്പോ നമ്മുടെ കൃഷി ചെലവ് കൂടിയതാവും. കാരണം ഞങ്ങൾ തന്നെ കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ 1 കിലോ കമ്പോസ്റ്റിന്റെ വില 20 രൂപയാണ്. അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട്, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, ചാണകപ്പൊടി നാടൻ പശുവിന്റെ നമ്മൾ ഉണക്കി പൊടിച്ചു കൊടുക്കണതിന് കിലോക്ക് 25 രൂപയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കൃഷി ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമായിട്ടും ചെലവേറിയതാണ്. അതാണ് ഒരു ഭാഗത്ത് ഇതിനെ എതിർക്കുന്നത് ആൾക്കാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മറ്റേ സമ്മിശ്ര കൃഷി, അതായത്
വിളവുകൾ മാത്രം പോരാ, അതോടൊപ്പം തന്നെ ഒന്നുകിൽ നാടൻ പശു പറ്റാവുന്നവർക്ക് കേട്ടോ. നമുക്കിപ്പോ സിറ്റിയിൽ ടെറസ് വീട് അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരോട് പശുവിനെ വളർത്താൻ പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം സൗകര്യമുള്ളവർക്ക് ഒരു ചെറിയ പശു അല്ലെങ്കിൽ ആട് വളർത്തൽ ആവാം, പന്നി വളർത്തലാവാം, കോഴി, കാട, അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങള്, അലങ്കാര പക്ഷികള്. ഇപ്പൊ നമുക്കറിയാലോ ഈ കോവിഡ് വന്നപ്പോ തന്നെ പലരും ഇങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം അതിനൊക്കെ ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്മിശ്ര കൃഷി രീതിയിലേക്ക് പോയാൽ മാത്രം വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള കമ്പോസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഈ ചെലവ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് നമ്മള് ഈ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറയുന്നത് ചെലവ് കൂടിയതാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ജൈവ കൃഷി നമ്മൾ വിചാരിച്ച രീതിയിൽ ഫലപ്രദമായിട്ട് മുതലായിക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനി നമുക്ക് കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ നമ്മള് ഇപ്പോ ഉദ്യാന വൃക്ഷങ്ങള് അല്ലെങ്കിൽ ഉദ്യാന പുഷ്പങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മുടെ ക്ലാസ്. പക്ഷെ അതിലും ഞാൻ നിങ്ങളുടെ സിലബസ് വായിച്ചു കഴിഞ്ഞപ്പോ അതില് തെങ്ങുണ്ട്, പിന്നെ ഇഞ്ചി മഞ്ഞളുണ്ട്, വാഴയുണ്ട്, പിന്നെ സുഗന്ധ വിളകളുണ്ട്, പിന്നെ ഓർക്കിഡ് ആന്തൂറി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഇതിൽ നമുക്ക് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കേണ്ടി വരും. കാരണം ഇത്തിരി എല്ലാത്തിനും കൂടെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്മിശ്ര കൃഷിയില് വിളകളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാനിത് പറഞ്ഞത് ഇന്റർ ക്രോപ്പിംഗ്, മിക്സ്ഡ് ക്രോപ്പിംഗ് ഒക്കെ പറയും. അതായത് ഇടവിളകൾ കൃഷി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് തെങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പുരയിടാവും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും. നെൽകൃഷി വേറെ, അതല്ല. പിന്നെ ഈ കുന്നം പ്രദേശത്തൊക്കെ വേറെ, ഇപ്പൊ മൂന്നാർ പോയ ഏലം കൃഷി, അതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ പൊതുവായിട്ട് നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മള് തെങ്ങായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിള, അല്ലെ? അപ്പൊ ആ തെങ്ങിന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും പിന്നെ നമുക്ക് വില കിട്ടുന്നതൊക്കെ അനുസരിച്ച് നമുക്ക് പല വിളകള് എടുക്കാം. പക്ഷെ തെങ്ങിന്റെ ചോട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? തെങ്ങ് വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ചാണ് അതിലേക്കുള്ള ഇടവേളകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിൻ തൈ നട്ട ഉടനെ ആ തോട്ടത്തിൽ ഇഷ്ടം പോലെ വെയിലുണ്ടാവും. അപ്പൊ നമുക്ക് വെയിൽ ധാരാളം ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്യാം. പച്ചക്കറി ചെയ്യാം, പിന്നെ 1-2 സീസൺ ചിലപ്പോൾ വാഴ ചെയ്യാം, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ തെങ്ങ് വലുതായി വരുന്നതോട് കൂടിയിട്ട് അതിന്റെ അടിയിൽ തണലായിരിക്കും. അപ്പൊ നമുക്ക് ജാതി പോലുള്ള, അപ്പം ആദ്യമേ കുറച്ചു കാലം പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ഏതാണ്ട് വരും, തെങ്ങ്, ജാതി. അപ്പൊ എന്താ ഗുണം വെച്ചാല് നമുക്ക് സൂര്യപ്രകാശം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ പല തട്ടുകളില് നമ്മൾ ഈ സൂര്യപ്രകാശത്തിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ തെങ്ങ്, അത് കഴിഞ്ഞാല് ജാതി, പിന്നെ കുരുമുളക് വളർത്തുന്നവർക്ക് കാല് പിടിച്ചിട്ട് കുരുമുളക് വളർത്താം. അല്ലെങ്കിൽ പലരും ഇപ്പൊ തെങ്ങിന്റെ മുകളിലേക്ക് തന്നെ കുരുമുളക് ഇതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവുങ്ങിന്റെ ഇടയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതിന്റെയും താഴെ വാഴ കൃഷി ചെയ്യാം, അതിന്റെയും താഴെ ചേന, ചേമ്പ്, അല്ലെങ്കിൽ പച്ചക്കറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ വീട്ടില് നമ്മളിപ്പോ ഒരു പശുവിനെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് തീറ്റപ്പുല്ല് മൂലം കൃഷി ചെയ്യണത് നല്ലതായിരിക്കും. അപ്പൊ ഒരു ഭാഗം തീറ്റപ്പുല്ല് കൃഷി ചെയ്യാൻ വെക്കാം. അപ്പൊ നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഗ്യാസ് നമ്മൾ കത്തിക്കാനോ എടുക്കും, അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാനോ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാനോ എടുക്കും. അതിന്ന് വരണ സ്ലറി നമുക്ക് വീണ്ടും ഈ മറ്റേ തീറ്റ പുല്ലിന്റെ അവിടേക്ക് അടിച്ചു കൊടുക്കാം, നേരിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് റബ്ബറിൽ നിങ്ങൾക്കറിയാം കവർ ക്രോപ്പിംഗ് എന്ന് പറയുന്നു. റബ്ബറൊക്കെ ഈ മലമ്പ്രദേശത്താ വളരാം. അപ്പൊ ഈ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ നമ്മള് പയറുവർഗത്തിൽ പെട്ട. അപ്പൊ 2 ഗുണമുണ്ട്. ഈ പയർ അന്തരീക്ഷത്തിൽ നിന്ന് വേരില് നൈട്രജനെ വലിച്ചെടുത്ത് കൊടുക്കും. അപ്പൊ മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടും, മണ്ണൊലിപ്പ് തടയും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പല വിളകള് മാറി മാറി കൃഷി ചെയ്യാം. അതേപോലെ അതാണ് ഈ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പൊ പൊതുവേ നമ്മൾ പാടത്തൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം നെല്ല്, കാരണം നമ്മളൊക്കെ പുഞ്ചയ്ക്കൊന്നും നമുക്ക് വെള്ളം കിട്ടാറില്ല. ഞാനിത് കൂടെ കൂട്ടിക്കലർത്തി പറയണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വല്ല പച്ചക്കറി ഇടും. അതിൽ പ്രത്യേകിച്ച് പയറിടുകയാണെങ്കിൽ ഒരു ഗുണം, നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കും. അപ്പൊ ഈ പയർ അവശിഷ്ടങ്ങള് നമ്മൾ തിരിച്ച് പാടത്തോ പറമ്പിലോ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ ഒരു സമ്മിശ്ര വിളകള്, പിന്നെ വേറൊരു ഗുണം എന്താ? സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിളയില് എന്തെങ്കിലും നഷ്ടം വന്നാല് അത് അടുത്തതിൽ നികത്താൻ പറ്റും. അതുപോലെ വേറൊന്ന്, ഇപ്പൊ ഒരു ഇടവിള കൃഷി ചെയ്യാന്ന് പറഞ്ഞപ്പോ തെങ്ങ് തന്നെ നമ്മൾ പറഞ്ഞു, തെങ്ങ് വളർന്ന് വലുതായി കായ്ച്ചു വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വിളകളിൽ നിന്ന് ആ ഉൽപാദനം കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൈസ കുറച്ചെങ്കിലും നമ്മൾ ഇറക്കിയ പൈസ കുറച്ചെങ്കിലും തിരിച്ചു കിട്ടും. അതുപോലെ കപ്പയൊക്കെ 6 മാസം
എടുക്കും, അല്ലെങ്കിൽ 1 കൊല്ലം കഷ്ടി വരും. അപ്പൊ ആ സമയം കൊണ്ട് കപ്പയുടെ ഈ കൂനകളിലൊക്കെ നമ്മൾ പയർ നട്ട് കഴിഞ്ഞാല് ഈ പയർ പറിച്ചെടുക്കുകയും ചെയ്യാം. മാത്രല്ല കപ്പ പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങള് മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കും. അപ്പൊ നമ്മൾ മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടാൻ വേണ്ടിയിട്ട് പയറിന്റെ വിത്തൊക്കെ ഇതിന്റെ ഈ കൂനകളിൽ ഇട്ട് കൊടുത്താല് ആ പയറിന്റെ പറിച്ചെടുത്തു കഴിഞ്ഞ അവശിഷ്ടങ്ങള് വളമിട്ട് മൂടുമ്പോ അത് മണ്ണിലേക്ക് ഫലപുഷ്ടി കൂട്ടാൻ വേണ്ടി ചേർക്കുകയും ചെയ്യാം. അപ്പൊ നമ്മള് വിളകള് മാറി മാറി കൃഷി ചെയ്യുക, പിന്നെ ഇടവിള കൃഷി ചെയ്യുക, അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ വരി വരിയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ കൃഷി ചെയ്യുക. അതുപോലെ പലപ്പോഴും നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വേലി അരികത്തൊക്കെ ഈ മതിലിനൊക്കെ ചീമക്കൊന്ന പോലെയുള്ള മരങ്ങള് നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് 2 ഗുണമുണ്ട്. തോലും വെള്ളം ഇടേണ്ട സമയത്തേക്ക് നമുക്ക് ഇതൊക്കെ എടുക്കാം. ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല ഫോൺ. അപ്പൊ തോലും വളവും എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ജൈവ കൃഷിയിൽ വേറൊരു പ്രത്യേകത, നമുക്ക് പല മരങ്ങളുടെയും അല്ലെങ്കിൽ ചെടികളുടെയും ഇലകളുടെ സത്ത് നമ്മള് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അതിനും കൂടെ ഉപകാരപ്രദമാകുന്ന വിധത്തില് നമ്മുടെ വേലിയൊക്കെ അത് വെച്ച് നട്ടുപിടിപ്പിക്കാം. അപ്പൊ നമുക്ക് ചെലവും കുറയും, അതേസമയം നമുക്ക് ഇതുപോലുള്ള ഗുണകരമായിട്ടുള്ള പച്ചില വളങ്ങളും അല്ലെങ്കിൽ കീടനാശിനികൾ. ഇപ്പൊ വേപ്പിന്റെ നമുക്കറിയാം, വേപ്പിന്റെ കുരു, വേപ്പിന്റെ ഇല, പിന്നെ വേപ്പെണ്ണ, ഇതെല്ലാം നമ്മൾ ഈ ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ വേപ്പിന്റെ കുരു ഉണ്ടാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചൂടുള്ള സ്ഥലത്താണ് ഉണ്ടാവുക. പക്ഷെ എന്നാലും വേപ്പിന്റെ ഇല നമുക്ക് ഉപയോഗിക്കാം. ഇത് മറ്റേ വാങ്ങിച്ചിട്ടുണ്ട്. സ്ലൈഡ് മാറി വേറെ ആരോ ചെയ്തു. സൈഡ് കാണുന്നു. ബ്രൂണോ അഗസ്റ്റിൻ ശ്രീ ബ്രൂണോ അഗസ്റ്റിൻ, താങ്കൾ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ക്ലാസ് മുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മളിപ്പം ഏതൊരു കൃഷിയാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികള് ഒന്ന്, നമുക്ക് ഈ വളം, അതായത് ചെടിയുടെ ആരോഗ്യം. ആ ചെടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ രാസവളങ്ങളിട്ട കൃഷിയാവട്ടെ മറ്റേതാവട്ടെ. പക്ഷെ ജൈവ കൃഷിയില് നമുക്ക് എക്സ്ക്യൂസ് മീ ടീച്ചർ. ശരി, സ്റ്റോപ്പ് ചെയ്തിട്ട് ടീച്ചർ ഒന്നുകൂടെ ഔട്ടായിട്ട് കേറിയാലേ ശരിയാവുള്ളൂ. ഇപ്പൊ സ്ലൈഡ്സ് കേറുന്നില്ല. ഔട്ട് ആവണ്ട, റിസ്റ്റോർ പ്രസന്റേഷൻ കൊടുത്താൽ മതി. എന്താണ് ടീച്ചർ പ്രസന്റേഷൻ ഇടയ്ക്ക് ഒരാൾ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടീച്ചറിന്റെ സ്ലൈഡ്സ് മാറിയിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ റിസ്റ്റോർ പ്രസന്റേഷൻ കൊടുക്കണം. റിസ്റ്റോർ നോക്കട്ടെ കേട്ടാ. എന്റെ ഷോ കഴിഞ്ഞിട്ട് പോകേണ്ടി വരുമോ? ടീച്ചർ വേറൊരാൾ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീ ബ്രൂണോ അഗസ്റ്റിൻ, താങ്കൾ ദയവായിട്ട് സ്റ്റോപ്പ് പ്രസന്റേഷൻ ചെയ്യണം. ബ്രൂണോ അഗസ്റ്റിൻ, അതിലും നല്ലത് അയ്യോ, ഇനി എടുക്കാമോ? ടീച്ചർ ഒന്നുകൂടെ റിസ്റ്റോർ പ്രസന്റേഷൻ കൊടുക്കണം. ടീച്ചർ റിസ്റ്റോർ നോക്കട്ടെ കേട്ടോ, 1 മിനിറ്റ്, ഞാനിത് വരുന്നുണ്ടോന്ന് നോക്കട്ടെ. റിസ്റ്റോർ 1 മിനിറ്റ് കേട്ടാ. സന്തോഷം, ഇതൊന്നും കൂടെ പ്രസന്റ് ചെയ്യാൻ അറിയോ? ആരോ ഇതൊന്നും കൂടെ പോണം. കാണാല്ലേ നോട്ടീസ് ചെയ്യുന്നു.
അല്ല ഇനി നമ്മൾ ഇതിലത്തെ ഈ ഗൂഗിളിന്റെ ഇതിലേക്ക് പോകണ്ടേ? വേണ്ട, ഈ പ്രസന്റേഷൻ എടുത്താൽ മതി. ടീച്ചർ വന്നു, ഇപ്പൊ ശരിയായോ? വന്നു. ആ ശരിയായി. ടീച്ചർ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഈ ദീർഘകാല വിളകളാണെങ്കിലും ഹ്രസ്വകാല വിളകളാണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ പച്ചില വളം കൂടിയേ കഴിയും. ഇപ്പൊ നമുക്കത് ഇല്ലാത്തതുമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേലിയരികിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇത് നട്ടു വളർത്തുക. അല്ലെങ്കിൽ ഗ്രീൻ മാനുവർ എന്ന് പറയും, നിങ്ങൾ ചിലപ്പോ പണ്ട് കേട്ടിട്ടുണ്ടാവും, ഈ ഡെയിഞ്ച, ചണമ്പ്, കൊഴിഞ്ഞില് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് വെറുതെ കൂട്ടിയിട്ട് മണ്ണില് വിതച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഒന്ന് നൈട്രജനെ അന്തരീക്ഷത്തിന് എടുത്തു കൊടുക്കും. അതിലും പുറമെ അത് പൂക്കുമ്പോ ഏകദേശം 40-45 ദിവസം എടുക്കും അത് പൂക്കാൻ. ആ സമയത്ത് നമുക്കത് മണ്ണില് കിളച്ച് ചേർക്കുക അല്ലെങ്കിൽ ഉഴുത് ചേർക്കുക ചെയ്യാം. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഗുണം നമുക്കറിയാം, നമ്മുടെ മണ്ണ് പലതരത്തിലാണ്. ചിലത് കട്ടി കൂടിയതാവും, ചിലത് നമുക്ക് മണല് പോലെ ഒഴിക്കുന്ന വെള്ളവും വളവും ഒക്കെ പെട്ടെന്ന് ഒലിച്ചു പോണതാവും. അപ്പൊ അത് നമുക്ക് യോജിച്ച രീതിയിലാക്കാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, കൂടുതൽ വെള്ളം പിടിച്ചു നിർത്തും, വായുസഞ്ചാരം കൂടും. അപ്പൊ നമ്മുടെ ചെടികൾക്ക് വേര് നല്ല എല്ലായിടത്തും വ്യാപിച്ചിട്ട് എല്ലാ മൂലകങ്ങളും നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് പച്ചില വളങ്ങള് ചെടികള് നമ്മൾ മണ്ണിൽ കൊടുത്താലുള്ള ഗുണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പയറോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നട്ടു കഴിഞ്ഞാല് നമ്മൾ അതിന്റെ ഫലം എടുത്ത ശേഷം ബാക്കി വരുന്ന അവശിഷ്ടം നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കത്തിച്ച് കളയുക ചെയ്യുക അല്ലെ. അപ്പൊ കത്തിച്ച് കളയുമ്പോൾ കാര്യം നമുക്ക് കുറച്ച് ചാരം കിട്ടും, പൊട്ടാസ്യം കിട്ടും, ശരിയാണ്. പക്ഷെ അതേസമയം എന്ത് സംഭവിക്കണു, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷത്തിലേക്ക് പോവാണ്. പ്ലസ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വലിയൊരു വ്യാപ്തം ഉള്ളത് ചുരുങ്ങി ചുരുങ്ങി കുറച്ച് ചാരം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ മണ്ണില് കിളച്ച് ചേർത്ത് കൊടുത്താലാണ് നമുക്കതിനെ കൂടുതലും കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വിസർജ്യങ്ങൾ നമുക്ക് ഓരോന്ന് പ്രത്യേകമായിട്ട് പറയാം. പിന്നെ ഈ ജൈവ കൃഷിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൃഷി ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെലവേറിയതാണ്. അപ്പൊ നമ്മുടെ ഫാമിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അവശിഷ്ടങ്ങളും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. പിന്നെ ഇനി ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നറിയണമല്ലോ. കാരണം ഇപ്പോൾ യൂറിയ അല്ലെങ്കിൽ ഫാക്ടംഫോസ്, ഈവൻ പൊട്ടാഷ് പോലും, പൊട്ടാഷ് പ്രകൃതിദത്തമാണെങ്കിൽ പോലും അതിനെ എന്തോ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ എന്താണെന്നറിയില്ല, അത് ഈ ജൈവ കൃഷിയിൽ അനുവദിക്കണില്ല. അപ്പൊ ജൈവ കൃഷിയിൽ അനുവദിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുമ്മായം തന്നെയാണ്. അപ്പൊ ഈ കുമ്മായത്തിൽ തന്നെ പച്ചക്കക്ക അല്ലെങ്കിൽ നീറ്റുകക്ക, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നീറ്റുകക്ക വാങ്ങിച്ച് വെള്ളം തളിച്ചിട്ടാല് കുമ്മായാവും, അത് നമുക്ക് ഉപയോഗിക്കാം. ജിപ്സം ഉപയോഗിക്കാം. ഡോളമൈറ്റ്, അതായത് ഡോളമൈറ്റിൽ കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. കുമ്മായത്തില് കാൽഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ചില സ്ഥലത്ത് മെഗ്നീഷ്യത്തിന്റെ കുറവുണ്ടാവും ചില മണ്ണുകളിൽ. അതിനനുസരിച്ച് നമുക്കിത് മാറി മാറി ഇടാൻ പറ്റും. അപ്പൊ നമ്മളൊരു കൃഷി തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ പച്ചക്കറിയൊക്കെ ഗ്രോ ബാഗിൽ വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയും നിങ്ങൾ കുഴി എടുത്തു കഴിഞ്ഞാല് കുറച്ച് കുമ്മായിട്ട് കൊടുക്കണം നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഡോളമൈറ്റ്. കാരണം നമ്മുടെ മണ്ണ് പുളിരസം കൂടിയതാണ്. അപ്പൊ ഈ പുളിരസം കുറയ്ക്കാനാണ് നമ്മൾ ഈ കുമ്മായം പോലെയുള്ള ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ കുമ്മായം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാസവളക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു വളം നമുക്ക് ഇതിൽ അനുവദനീയാണ്. അതാണ് റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ് ഫോസ് എന്ന് പറഞ്ഞിട്ടാവും ഇപ്പൊ നമുക്ക് കടയിൽ കിട്ടുന്നത്. പണ്ടത് മസൂരി ഫോസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ അത് വരുന്നില്ല, രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത് രാജ് ഫോസ്. അപ്പൊ ഇത് പ്രകൃതിദത്തമായിട്ട് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തു ആയതുകൊണ്ട് ഇത് നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ജൈവ കൃഷിയിൽ. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളിരസം കൂടിയ മണ്ണാണ്. അതുകൊണ്ട് ഈ രാജ്ഫോസ് ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് അലിയണം എന്നില്ല. അപ്പൊ നമ്മള് സൂക്ഷ്മ ജീവാണുക്കളെയും കൂടെ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മൾ മണ്ണിൽ എന്തൊക്കെ ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവണമെങ്കിൽ ഈ സൂക്ഷ്മ ജീവികൾ വേണം. അപ്പൊ ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരർത്ഥം ആ മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ധാരാളം ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ ഈ രാസവളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ പുളിരസം കൂടുമ്പോഴൊക്കെ ചില സൂക്ഷ്മജീവികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ കാർഷിക സർവകലാശാലയിലെ ഈ വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റില് ഈ സൂക്ഷ്മ ജീവാണു വളങ്ങള് വിൽപ്പന നടത്തുന്നുണ്ട്.
അപ്പോ അത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഈ രാജ്ഫോസ് പോലെ ഇടുമ്പോൾ ഫോസ്ഫറസിനെ അലിയിപ്പിക്കുന്ന ബാക്ടീരിയ വാങ്ങി അതും കൂടെ മണ്ണിൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും മണ്ണിലുള്ള ഫോസ്ഫറസിനെയും അലിയിപ്പിക്കാൻ ഇത് സഹായിക്കും. അപ്പൊ നമുക്കൊരു ഗുണം, നമ്മൾ പലപ്പോഴും ഇട്ട് കൊടുക്കുന്ന രാസവളങ്ങളാവട്ടെ ജൈവവളങ്ങളാവട്ടെ ചെടികൾക്ക് കിട്ടിക്കൊള്ളുന്നില്ലേ മുഴുവൻ, പകുതി ഒലിച്ചു പോവും, മഴയത്ത് ഒലിച്ചു പോവും അല്ലെ, നമ്മുടെ മണ്ണ് ഒലിച്ചു പോണ പോലെ തന്നെ ഇത് ഒലിച്ചു പോവും. കുറെ നൈട്രേറ്റ് ആയിട്ട് അമോണിയ ആയിട്ടൊക്കെ മുകളിലേക്ക് പോവും. അങ്ങനെ പലതരത്തിലും നഷ്ടം സംഭവിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടുന്ന അളവ് കുറച്ച് കൊടുക്കാം. ജൈവവളം ആണെങ്കിൽ തന്നെ ജൈവവളത്തിന്റെ അളവ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇടവിളകള് അങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത്. ഇനി ഈ ജൈവ കൃഷിക്ക് എതിരായി പറയുന്ന ഒരു ഇത് എല്ലാം പറയണല്ലോ നമ്മള്, നന്മയും തിന്മയും പറയണം. ഒരു ദോഷം എന്ന് പറയുന്നത് ഈ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോ മണ്ണില് ഹെവി മെറ്റൽസ് എന്ന് പറയും. അതായത് നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കണ ലെഡ്, ക്രോമിയം, പിന്നെ മെർക്കുറി, അങ്ങനെ ഒരു 5-6 നിക്കൽ, അങ്ങനത്തെ കുറെ ഹെവി മെറ്റൽസ് എന്നാണ് അതിന് പറയാ. ഇത് നമ്മുടെ മണ്ണിൽ വന്നു കഴിഞ്ഞാല് ഇത് ചെടി വലിച്ചെടുക്കും. ചെടിക്ക് അറിയില്ലല്ലോ ഏതാണ് ആവശ്യം ഏതാ ആവശ്യമില്ലാത്തതെന്ന്. അപ്പൊ ഇത് ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ചെടിയിൽ നിന്ന് ഇത് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലോ പഴവർഗ്ഗങ്ങളിലോ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ഒരേ വളം തന്നെ അടുപ്പിച്ചിടരുത്. അതായത് ഒരു ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ട്, കോഴിക്കാഷ്ടം മാത്രം ഇട്ടുകൊണ്ട് കൃഷി ചെയ്യുമ്പോൾ ചില മൂലകങ്ങൾ കൂടുതൽ കിട്ടും, ചിലത് കുറവ് കിട്ടും. പ്ലസ് ഞാൻ ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് എല്ലാ ജൈവവളത്തിലും ഉണ്ട്. ഇത് കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ID തരികയാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം. അപ്പൊ നമുക്ക് അധികം അതിനെപ്പറ്റി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജനറൽ ആയിട്ട് പറഞ്ഞു പോണത്. അപ്പോ ഈ ഹെവി മെറ്റൽസ് വരാൻ സാധ്യതയുണ്ട്. ഈവൻ നമ്മുടെ ചാണകത്തിലും ഒക്കെ നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ നാടൻ പശുവിന്റെ ആവട്ടെ മറ്റേ പശുവിന്റെ ആവട്ടെ, അതുപോലെ കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, മുയലിന്റെ കാഷ്ടം, കാടയുടെ കാഷ്ടം, എരുമച്ചാണകം, പിന്നെ അങ്ങനെ പന്നി ചില സ്ഥലത്ത് പന്നി വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ വിസർജ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇത് പലതും അനുവദനീയമായിട്ടുള്ള അളവിനെക്കാട്ടും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും അടുപ്പിച്ച് എപ്പോഴും അത് തന്നെ ഇട്ട് കൊടുക്കരുത്. അതിന് പകരം അത് ഞാൻ ഓരോ വിളകളുടെയും പറയുന്ന കൂട്ടത്തിൽ പറയാം എന്തൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തുനിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും കൂടിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചത്. അതായത് മണ്ണൊലിപ്പ് തടയാനും പിന്നെ മണ്ണിലെ ജലം സംരക്ഷിക്കാനും, പിന്നെ മേൽമണ്ണ് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ തന്നെ ആ അടിയിലുള്ള മണ്ണിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെയൊക്കെ നിലനിർത്താനും കൂടെ പൊതയിട്ട് കൊടുക്കലും, അത് പലതരത്തിലും ആവാം അങ്ങനെയുള്ള. അതുപോലെ ഈ കുന്നും പ്രദേശമാണെങ്കിൽ നമ്മൾ എന്തിനാ തട്ടാക്കണ മണ്ണിനെ, അത് ആ പെയ്തു വരുന്ന വെള്ളം അവിടെ തന്നെ ഉള്ളിലേക്ക് പോവാനും മണ്ണ് നല്ല മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കും. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ മണ്ണ് പുളിരസം കൂടിയതാണ്. അതാണ് pH എന്ന് പറയുന്നത്. നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, അതിൽ റിസൾട്ട് തരുമ്പോ pH ഇത്ര എന്നാണ് പറയാ. അപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു 5.5 to 6.5 pH എത്തിക്കാൻ നോക്കിയാൽ നന്നായി. കാരണം അപ്പോ ഒരുവിധം ചെടിക്ക് വളരാൻ സാഹചര്യമുള്ള എല്ലാം ഏകദേശം ലഭിച്ചോളും. അതുപോലെ തന്നെ സൂക്ഷ്മ ജീവാണുക്കളും ഈ pH-ല് നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പൊ നമ്മള് ആദ്യം തന്നെ ചെയ്യേണ്ടത് മണ്ണിന്റെ പുളിരസം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് pH അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനാണ് നമ്മൾ കുമ്മായ ഇടുക അല്ലെ അങ്ങനെയുള്ള. ഇപ്പൊ ഞാൻ ചെയ്ത പരീക്ഷണത്തില് ജീവാമൃതത്തിന്റെ pH ഉണ്ടാക്കിയ ഉടനെ തന്നെ 5.7 ആയിരുന്നു. നമ്മൾ അതിനെ 6 മാസം വരെ വെച്ചപ്പോ അതിന്റെ pH 8 ആയി. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ജീവാമൃതം മണ്ണില് അടുപ്പിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് കുമ്മായ ഇടുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒഴിവാക്കാന്നല്ല, പക്ഷെ നമ്മള് ഒരു 2-3 സീസൺ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ pH തന്നെത്താൻ കൂടുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ കുമ്മായോ അല്ലെങ്കിൽ ഡോളമൈറ്റോ ഒന്നും ഇടണ്ടാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ മണ്ണിന്റെ pH ശരിയാക്കുക. പിന്നെ ഉള്ളത് മണ്ണിലെ ജൈവാംശം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശത്താണ്. ഇപ്പൊ നമ്മള് മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കും, അവിടുത്തെ മണ്ണിന് നല്ല കറുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ നിറമായിരിക്കും. അതെന്താ കാരണം? അവിടുത്തെ കാലാവസ്ഥ ചൂട് കുറവാണ്. അപ്പൊ അന്തരീക്ഷത്തിലെ ചൂട് കുറയുമ്പോൾ മണ്ണിലെ ചൂടും കുറയും. മണ്ണിലെ ചൂട് കുറയുമ്പോൾ മണ്ണിൽ നിന്ന് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ജൈവ വളങ്ങള്, ജൈവാംശം
കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തു പോകുന്നതിന്റെ അളവ് കുറയും. സാധാരണ ഒരു മണ്ണില്, നമ്മുടെ കേരളത്തിലേക്ക് മണ്ണിൽ ഒരു 0.5% ഈ ജൈവാംശം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ ജൈവ കൃഷി ചെയ്തിട്ട് ഞങ്ങൾ 1-2 പരീക്ഷണങ്ങൾ ചെയ്തതില് ആ 2-3 സീസൺ കഴിയുമ്പോൾ അത് 1.5-2.5% വരെയൊക്കെ ആയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മണ്ണിലെ ജൈവാംശം കൂട്ടാനാണ് ഞാൻ ഈ പറഞ്ഞ പച്ചില വളങ്ങള്, ജൈവ വളങ്ങള്, പിന്നെ നമ്മുടെ വിളകളുടെ അവശിഷ്ടങ്ങള്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജീവാണു വളങ്ങൾ. കാരണം ഉള്ളതിനെ പിടിച്ചു നിർത്താൻ ജീവാണുക്കളാണ് ഇതിനെയൊക്കെ ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അതുപോലെ പിണ്ണാക്കുകൾ, നമുക്കറിയാം വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക്, ഇതൊക്കെ ധാരാളം മൂലകങ്ങള്. ഏറ്റവും കൂടുതൽ വേണ്ട മൂലകങ്ങൾ ഏതൊക്കെയാ ചെടിക്ക്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ ചെറിയ തോതിലേ വേണ്ടു. അപ്പൊ NPK കൂടുതൽ കിട്ടാൻ നമുക്ക് കിട്ടാവുന്നതൊക്കെയാണ് ഈ പിണ്ണാക്കുകള്, പിന്നെ ഞാൻ ഈ പറഞ്ഞ വളങ്ങള്. അതോടൊപ്പം തന്നെ കരിയിലകള്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാവിലെ മുറ്റടിച്ചു കഴിഞ്ഞാല് അതും നമ്മള് എല്ലാം കൂടെ ചപ്പ് ചവറ് കൂട്ടി കത്തിക്കും. അതും കത്തിക്കാണ്ട് ഒന്നുകിൽ നമ്മൾ അതിനെ കമ്പോസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗ്രോ ബാഗുകളിൽ നിങ്ങൾക്ക് മണ്ണിന്റെ ഒപ്പം കൂട്ടി നിറയ്ക്കാം. അത് മെല്ലെ മെല്ലെ അലിഞ്ഞ് വളമായിക്കോളും. ഈ ഇലകളിലൊക്കെ ധാരാളം മൂലകങ്ങള് ചെടിക്ക് ആവശ്യമുള്ളതുണ്ട്. അപ്പൊ അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ വെറുതെ ഒരു ചാക്കിൽ കെട്ടി വെച്ച് അത് പൊടി പൊടിയാവും. അപ്പൊ നമുക്ക് ഈ പോട്ടൻ മിശ്രിതമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഔഷധ സസ്യം അല്ലെ മറ്റേ പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങള് അതൊക്കെ വെക്കണമെങ്കിൽ ഇത് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ തന്നെ വലിയ വിളകൾക്കാണെങ്കിലും നമുക്കറിയാം ഈ ജാതി തോട്ടത്തിലൊക്കെ നമ്മളെ ഇലകളൊക്കെ അതിന്റെ തടത്തിൽ തന്നെ ഇട്ട് കൊടുക്കും. എന്തിനാണത്? അത് അലിഞ്ഞിട്ട് വളമായിട്ട് തിരിച്ച് ആ ചെടിക്ക് തന്നെ കിട്ടാൻ. അപ്പൊ അതിന് പൊതയായിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ മണ്ണിലെ ജലം സംരക്ഷിക്കാനും മണ്ണ് ഒലിച്ചു പോവാതിരിക്കാനും പ്ലസ് ഇത് മെല്ലെ അലിഞ്ഞു ചേരുമ്പോൾ ആ മൂലകങ്ങള് ചെടിക്ക് കിട്ടാനും കൂടെ സഹായിക്കും. അപ്പൊ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് വളപ്രയോഗം ചെയ്യുക, വേണ്ട വളങ്ങള് വേണ്ട സമയത്ത് കൊടുക്കുക. അപ്പൊ പലപ്പോഴും നിങ്ങൾ ഈ രാസവളം ഉപയോഗിക്കുമ്പോൾ, ഞാനത് കുറ്റമായിട്ട് പറയല്ല, അപ്പൊ 18-18-18 എന്ന് പറഞ്ഞാൽ അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ രീതിയിലാണ്. പക്ഷെ ഒരു ചെടിക്ക് ചിലപ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല. നൈട്രജന്റെ പകുതിയെ ഫോസ്ഫറസ് ആവശ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നൈട്രജന്റെ ഇരട്ടി പൊട്ടാസ്യം ആവശ്യം ഉണ്ടാവും. ഒരു ഉദാഹരണം തെങ്ങാണ്. തെങ്ങിന് അതായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഫാക്റ്റിന്റെ ഒരു വളമുണ്ട് 10-5-20. ഫാക്ടംഫോസിൽ 20-20 ആണ്. 10-5-20 എന്ന് പറഞ്ഞാൽ നൈട്രജൻ 10 ഉണ്ടെങ്കിൽ 5 ഫോസ്ഫറസും 20 പൊട്ടാസ്യം ആണ്. അപ്പൊ അത്രയാണ് തെങ്ങിന് പൊട്ടാസ്യം കൂടുതൽ വേണം. അതിന്റെ പകുതി നൈട്രജൻ മതി, അതിന്റെയും പകുതി ഫോസ്ഫറസ് മതി. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ ഇങ്ങനത്തെ കോംപ്ലക്സുകൾ ഇട്ട് കൊടുക്കുമ്പോൾ പലതരത്തിലും ചെടിക്ക് അറിയില്ല ഇത് എത്ര വേണമെന്നോ എത്ര വലിച്ചെടുക്കണമെന്നോ. അത് കിട്ടുന്നത് വലിച്ചെടുക്കുമ്പോഴാണ് ചിലപ്പോ ആ ചെടിക്ക് തന്നെ ബാലൻസ്. ഇപ്പൊ നമ്മള് ഭക്ഷണം ചോറിന്റെ ഒപ്പം മറ്റേ മീനും അല്ലെങ്കിൽ പയർ കഴിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എണ്ണ എന്തിനാണ്? കൊഴുപ്പ്. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് കിട്ടിയാലേ നമുക്ക് വളർച്ചയ്ക്കുള്ളത്. അതുപോലെ വിറ്റമിൻ വേണം. അപ്പൊ ഇതേപോലെയാണ് ചെടിക്കും. അപ്പൊ എല്ലാം ഒരു സന്തുലനാവസ്ഥയിൽ കിട്ടിയാലാണ് അതിന്റെ ഇഫക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുക. ഈ ജൈവ കൃഷിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രശ്നം എന്താണ്? നമ്മുടെ കളകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമുക്കറിയാം, കാരണം കളനാശിനി ഇതില് സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഈ കളകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം, ഇപ്പൊ വിതയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണ സ്ഥലത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ ചില മെഷീനുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് മെഷീൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോ അതിലൊക്കെ വല്ല വിത്തുകളെ പറ്റി പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ. ഞാൻ പൊതുവായിട്ട് പറയാണ്, നമ്മുടെ എല്ലാ വിളകൾക്കും ഇത് ബാധകമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ കൂടെ ഈ വിത്ത്, കളകളുടെ വിത്ത് കൈമാറി പലപ്പോഴും ഈ പുറമേ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ചില ചെടികള് ഇവിടെ നല്ല പൂക്കളുള്ള ചെടിയാണെന്ന് പറഞ്ഞിട്ട് വളർത്താൻ കൊണ്ടുവന്നിട്ടാണ് അത് ഇവിടുത്തെ കളയായിട്ട് മാറിയിരിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മുടെ കൊങ്ങിണി ചെടി തന്നെയാണ്, ലെൻഡാന എന്ന് പറയും. ഓറഞ്ച് പൂക്കളുള്ളത്. ഇപ്പൊ നമുക്കറിയാം മഞ്ഞ, വയലറ്റ്, വെള്ളപ്പൂലൊക്കെ ഉണ്ടത്. അപ്പൊ ഇത് പണ്ട് അങ്ങനെ ഒരു ഇതായിരുന്നതാണ് ഇവിടെ കളയായിട്ട് മാറിയത്. ഞാൻ പറഞ്ഞു വന്നത് പലതും അങ്ങനെ നമ്മൾ ഈ ഉപകരണങ്ങള് ശുദ്ധീകരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കളകളെ നിയന്ത്രിക്കാം. അതുപോലെ നമുക്കറിയാം ഈ ചാണകത്ത് കൂടെ, ഈ പശു പുല്ല് തിന്നിട്ട് ആ ചാണകത്ത് കൂടെ ഈ കളകളുടെ വിത്തുണ്ടാവും. ഈ ചാണകം നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും അതില് ഈ കളകളുടെ വിത്തുകൾക്ക് പ്രത്യേകത, ഒരു 75 അല്ലെങ്കിൽ 100 വർഷം വരെയൊക്കെ ഇവരങ്ങനെ കിടക്കും. അവർക്ക് ആവശ്യമുള്ള സമയം എല്ലാം യോജിച്ചു വരുമ്പോ മാത്രം മുളച്ച് വരും. നേരെ മറിച്ച് നമ്മൾ മറ്റേന്റെയൊക്കെ വിത്തോ, പൂച്ചെടിയുടെ വിത്താണെങ്കിലോ അല്ലെങ്കിൽ നെല്ലിന്റെ വിത്താണെങ്കിലോ പച്ചക്കറി വിത്താണെങ്കിലോ നേരെ വന്നാൽ നമുക്കൊരു 5-6 മാസം വരെ ഇരിക്കുള്ളൂ, അല്ലെ? ഇത് വർഷങ്ങൾ ഇതാവാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ
ഇത് ഉപയോഗിക്കുമ്പോൾ വിത്തില് കളകളുടെ വിത്ത് പടരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറികൾ വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാവുന്നത് നിങ്ങളുടെ തോട്ടങ്ങളൊക്കെയാണ്, ഇപ്പൊ തെങ്ങാവട്ടെ അല്ലെങ്കിൽ മറ്റേ ജാതി അല്ലെങ്കിൽ ഏത് ഇതാണെങ്കിലും മാവും തോട്ടം എന്താണെങ്കിലും നമ്മളെ ഇടയില് നമ്മളെപ്പോഴും ഇപ്പൊ നമുക്ക് ബ്രഷ് കട്ടർ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് കട്ട് ചെയ്തിടുക. രണ്ട് ഗുണമാണ് നമുക്കുള്ളത്. ഒന്ന്, നല്ല ഫീൽഡൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും സ്ഥലം. മാത്രല്ല ഇത് അവിടെ തന്നെ കിടന്ന് വളമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനാക്കി തരും. ഇനി അതും അല്ലെങ്കിൽ ഇത് വാരിയെടുത്ത് നമ്മൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുക. ഇനി അതും അല്ലെങ്കിൽ പല കളകളിലും വിളകളെക്കാൾ കൂടുതൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. ഇത് വാരിയെടുത്ത് ഗോമൂത്രത്തിലോ വെള്ളത്തിലോ മുക്കി വെക്കാം. ഗ്രീൻ ലീഫ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ പച്ചില വളങ്ങളുടെ ഒരു നീര് ഊറ്റിയെടുക്കുന്ന ഒരു ഇതാണ്. അത് ഇലകളിൽ തളിച്ചു കൊടുക്കാൻ നമുക്ക് വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം വെച്ചാല്, കളകൾ പ്രശ്നമാണെന്ന് പറയുന്നതിന് പകരം കളകളെ നമ്മൾ വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യപ്രകാശം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഈ നഴ്സറികളില് അല്ലെങ്കിൽ നമ്മൾ ഈ പൂച്ചെടികളോ അല്ലെങ്കിൽ മറ്റുള്ള ചെടികളോ ഇലച്ചെടിയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കിയിടും. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാവുന്നത് എന്താണെങ്കിൽ ഈ പോട്ടിംഗ് മിശ്രിതത്തിനെ ഒന്ന് പരത്തിയിടുക. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പരത്തിയിട്ടിട്ട് നന്നായിട്ട് നനയ്ക്കുക. നനച്ചു കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടുക. അതായത് കളറിലല്ല, നല്ല അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റണം, ട്രാൻസ്പാരന്റ് എന്ന് പറയും. അപ്പൊ അത് കൂടെ സൂര്യപ്രകാശം കടക്കും വേണം. അപ്പൊ ഇത് നനച്ചിട്ട് ഈ കവർ കൊണ്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നോക്കുമ്പോൾ കാണാൻ അങ്ങനെ വെള്ളത്തിന്റെ തുള്ളികൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളില് നല്ല ചൂട് ആയിരിക്കും, അതേസമയം ഹ്യൂമിഡിറ്റി എന്ന് പറയും, നല്ല പുഴുക്കുണ്ടായിരിക്കും. ആ പുഴുക്കത്തിലും ഈ ചൂടിലും കളകളുടെ വിത്തുകൾ നശിക്കും. പിന്നെ ഈ കീടങ്ങളുടെ മുട്ടകൾ ഉണ്ടെങ്കിൽ അത് നശിക്കും. രോഗാണുക്കളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറെ നശിച്ചു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സൂര്യതാപീകരണം എന്നാണ് അതിനെ പറയാ, സോയിൽ സോളാറൈസേഷൻ. അത് നിങ്ങൾക്ക് വലിയ തോട്ടങ്ങളിലും ഈ ബെഡിലൊക്കെ പാവണ ചെടികളിൽ നമുക്കത് ചെയ്യാം. ഇപ്പൊ ഇഞ്ചി മഞ്ഞളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മണ്ണ് റെഡിയാക്കി ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ നല്ലോണം നനച്ച് മൂടിയിടാം. അപ്പൊ അങ്ങനെ വരുമ്പോ പക്ഷെ അത് പ്ലാസ്റ്റിക് വീണ്ടും മലിനീകരിക്കപ്പെടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. വളരെ സൂക്ഷിക്കണം. 2 or 3 സീസണൊക്കെ വെച്ച് അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ അതിനെ വേറെ എടുത്തു വെക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് കളകളുടെ വളർച്ച കുറയാൻ സഹായിക്കും. അതുപോലെ പറ്റാവുന്നത് നമ്മൾ അപ്പപ്പോ പറിച്ച് ഈ പറഞ്ഞ പോലെ കമ്പോസ്റ്റിലേക്ക് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരുകൾ മറ്റേ കളകളുടെ ഇത് എക്സ്ട്രാക്ട്, അതായത് അതിന്റെ നീര് എടുത്തുകൊണ്ട് അത് നമുക്ക് ഈ കീടനാശിനിയായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെടികളുടെ വളർച്ച കൂട്ടാനുള്ള. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കളകള് നമുക്ക് പൊതയായിട്ട് ഇടാൻ ഏറ്റവും പറ്റിയതാണ്. അപ്പൊ അത് തിരിച്ചു വീണ്ടും ചെടിക്ക് വളമായിട്ട് മാറും. ഞാൻ പൊതുവായിട്ട് പറയുമ്പോൾ നമ്മള് മണ്ണിന്റെ ഫലപുഷ്ടി അതേപോലെ നിലനിർത്താന് ഒന്ന് വിളകള് മാറി മാറി കൃഷി ചെയ്യുക, പച്ചില വളച്ചെടികൾ കൃഷി ചെയ്യുക, സൂക്ഷ്മ ജീവാണുക്കളെ മണ്ണിൽ ചേർത്ത് കൊടുക്കുക, പിന്നെ വിളകളുടെ അവശിഷ്ടങ്ങള് നമ്മൾ മണ്ണിൽ ഒഴുകി ചേർത്ത് അല്ലെങ്കിൽ കിളച്ച് ചേർക്കുക ചെയ്യുക, ജൈവ വളങ്ങളും കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ ഒരെണ്ണം അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന ചില അവശിഷ്ടങ്ങൾ, അത് ജൈവ അവശിഷ്ടങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നെല്ല് കുത്തണ മില്ല്, ആ മില്ലിന്റെ അവിടെ പോയാൽ നമുക്ക് ഉമി കിട്ടും, തവിട് കിട്ടും. അവിടുന്ന് തവിടെണ്ണ എടുത്ത് വീണ്ടും അതൊരു അവശിഷ്ടമായിട്ട് മാറും. ഉമി, പ്രത്യേകിച്ച് ഈ ഉമിക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഉമിയിൽ സിലിക്കൺ എന്ന് പറഞ്ഞൊരു മൂലകം കൂടി ഉണ്ട്. അത് പല ചെടികൾക്കും ഇപ്പോ നല്ലതായിട്ടാണ് കാണുന്നത്. കാരണം ഈ സിലിക്കൺ ഈ കോശഭിത്തി, ചെടിയെല്ലാം കോശങ്ങളെ കൊണ്ടാണല്ലോ, ആ കോശഭിത്തിക്ക് കൂടുതൽ കട്ടി കൊടുത്തുകൊണ്ട് കീടരോഗങ്ങളുടെ ആക്രമണത്തെ ചെറുക്കാൻ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സിലിക്കൺ, അതേപോലെ തന്നെ പൊട്ടാസ്യം ഒരു പരിധി വരെ, അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ അവശിഷ്ടങ്ങൾ അത് ഉപയോഗിക്കാം. കയറ്, നമുക്ക് ചകിരിയുള്ള സ്ഥലത്താണെങ്കിൽ കയറ് പിരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന അവശിഷ്ടം അത് നമ്മളിപ്പോ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോ ബാഗിലും ഔഷധ സസ്യത്തിലും ഉദ്യാന സസ്യത്തിലും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ ഈ മണ്ണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിന്റെ ഘടന ശരിയാക്കാൻ വരെ നമുക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. കാരണം തമിഴ്നാട്ടില് ഒരിക്കൽ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, അതായത് ചില സ്ഥലം കളിമണ്ണ് പോലെയാണ്,
അപ്പൊ അവിടെ മഴ അല്ലെങ്കിൽ നനച്ചു കഴിഞ്ഞാല് മണ്ണ് നന്നായി വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിണ്ട പോലെയാവും. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് കിട്ടൂല, ചെടിയുടെ വേരിനൊന്നും ശരിക്കും പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചകിരിച്ചോറ് നമുക്ക് തോട്ടത്തില് ഒന്നിട്ട് പൂട്ടിക്കൊടുക്കാം. പറ്റാവുന്ന സ്ഥലത്ത്. അതിന്റെ വിലയും എല്ലാം നോക്കണം, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതൊരു സ്ഥിരമായിട്ടുള്ള മണ്ണിനെ ഘടന ശരിക്കും നിലനിർത്താനുള്ള ഏറ്റവും നല്ലൊരു പരിപാടി. അപ്പൊ ചകിരിച്ചോറ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമുക്കറിയാം ഇപ്പൊ ഈ കൃഷിയെ അല്ലെങ്കിൽ ഇപ്പൊ വാല്യൂ അഡീഷൻ, അതായത് മൂല്യവർദ്ധനവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, നമുക്ക് ചക്ക സീസണിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ പിന്നെ നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ചക്കയെ കൊണ്ടുള്ള വിഭവങ്ങൾ, അതുപോലെ സ്ക്വാഷ്, ജാം, ഫലവൃക്ഷങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ എടുത്തതിന് ശേഷം വരുന്ന അവശിഷ്ടങ്ങൾ, ഇപ്പൊ മാങ്ങയുടെ തൊലി അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ തൊലി, ഇപ്പൊ ഏതാണെങ്കിലും അതൊക്കെ നമ്മൾ തിരിച്ച് ഈ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒന്നുകിൽ കമ്പോസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ പല സ്ഥലത്തും നമുക്ക് ഈ മഴക്കുഴികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മഴക്കാലത്ത് വെള്ളം പിടിച്ചു നിർത്താനാണ് വലിയ വലിയ തോട്ടങ്ങളിൽ. അപ്പൊ ഈ മഴക്കുഴികളിൽ നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം. നിറച്ചു കൊടുത്ത് മീതെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ്, ഇത് അമുങ്ങിക്കഴിഞ്ഞ് ആ വീഴുന്ന വെള്ളം മുഴുവൻ അതിൽ പെയ്ത് അതും കിട്ടും. പ്ലസ് നമുക്ക് അടുത്ത സീസണിൽ ഇവിടെ നമുക്ക് വല്ല ചേന, ചേമ്പ് അങ്ങനത്തെയൊക്കെ നട്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് ഗുണമാണ്, മണ്ണിന്റെ ഘടനയും ശരിയാക്കി, മണ്ണിന്റെ ഫലപുഷ്ടിയും കൂടി, നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് കളഞ്ഞൂല്ല. അതായത് കൂടുതൽ പറയാൻ കാരണം പല സ്ഥലത്തും വേസ്റ്റ് എടുക്കാൻ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുവായൂർ 62 ആനകളുണ്ട്. ആ ആനപ്പിണ്ടം മാറ്റാൻ വേണ്ടി അവർ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. ഈ ആനപ്പിണ്ടം നമുക്ക് എന്തുകൊണ്ട് വളമാക്കിക്കൂടാ? അങ്ങനെയുള്ള അപ്പൊ നമുക്ക് ഈ ജൈവ അവശിഷ്ടങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് ആയപ്പോ നമ്മൾ പൈസ കൊടുത്തിട്ട് കുടുംബശ്രീ കൊണ്ടുപോയി കളയിക്കുകയോ അല്ലെ, അങ്ങനെ പലപ്പോഴും നമ്മള് ചെയ്യണത് ജൈവ അവശിഷ്ടങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഈ ജൈവ കൃഷിയിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വ്യവസായത്തിനോട് ചേർന്നതോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള ജൈവാവശിഷ്ടങ്ങളോ എല്ലാം നമ്മൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പിണ്ണാക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള ചില ധാതുക്കൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ്ഫോസ്. പിന്നെ ലീഫ് ലിറ്റർ, അതായത് കരിയിലകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ മുറ്റമടിക്കുമ്പോൾ കിട്ടുന്നതും മരത്തുനിന്ന് പൊഴിയുന്ന ഇലകളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്കതിനെ നല്ല വളമാക്കി മാറ്റാം. ഇനി ജൈവ വളങ്ങളിൽ വരുന്ന ഇത് തന്നെയാണ്, അതായത് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ കമ്പോസ്റ്റുകള്, പിന്നെ ബയോഗ്യാസ് എടുത്ത ശേഷം വരുന്ന സ്ലറി, ഇതെല്ലാം നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ കാർഷിക സർവകലാശാലയിൽ നമ്മളൊരു പരീക്ഷണം നടത്തി ഇവിടെ വെള്ളാനിക്കരയില്. അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ, അതായത് മണ്ണിര കമ്പോസ്റ്റിനോട് താരതമ്യം ചെയ്തുകൊണ്ട് കോഴിക്കാഷ്ടം, പന്നിയുടെ കാഷ്ടം, പിന്നെ മുയലിന്റെ കാഷ്ടം, കാട, പിന്നെ നമ്മുടെ സുഭാഷ് പലേക്കറിന്റെ പ്രകൃതി കൃഷിയിൽ നാടൻ പശു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാടൻ പശുവിന്റെയും ക്രോസ് ആയിട്ടുള്ളതിന്റെയും അതൊക്കെ ടെസ്റ്റ് ചെയ്തു. ചാണകം വേറെ വേറെ, ആടുംകാഷ്ടം, ആനപ്പിണ്ടം, പിന്നെ എരുമ ചാണകം, കുതിരയുടെ ഇസത്ത്, ഇതെല്ലാം ചെയ്തെന്ന് നമ്പർ 1 ഏതാന്ന് വെച്ചാൽ അത് മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആ മണ്ണിര കമ്പോസ്റ്റിനോട് താരതമ്യപ്പെടുത്തിയപ്പോ രണ്ടാമത് കിട്ടിയത് കോഴിക്കാഷ്ടം തന്നെയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുളിരസം കൂടുതലാണ്. അപ്പൊ ഈ കോഴിക്കാഷ്ടത്തിന്റെ പ്രത്യേകത എന്താണെങ്കിൽ അതിൽ കാൽഷ്യം, മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായോ അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇടുന്നത് ചെറിയ തോതിൽ ഒഴിവാക്കാൻ ഈ കോഴിക്കാഷ്ടത്തിന് കഴിയും. രണ്ടാമത്, ചാണകത്തിലെ നൈട്രജനേക്കാളും ഏതാണ്ട് ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയോളം കോഴിക്കാഷ്ടത്തിൽ നൈട്രജൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ കോഴിക്കാഷ്ടത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം, ഗുണം കൂടുകയും ചെയ്യും. വേറൊന്ന്, അത് ഈ നെൽകൃഷിയുള്ളവർക്ക് അറിയാൻ പറ്റുണ്ടാവും, പാടത്ത് ചുമന്ന പാട വരും. അത് പൊതുവേ പറയാറ് ഈ ഇരുമ്പിന്റെ അംശം കൂടിയിട്ടാണ്. നമ്മള് സാധാരണ അത് പുളിരസം കൂടിയതുകൊണ്ടാണ് അത് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മള് അതില് കുമ്മായം ചേർത്ത് കൊടുക്കും. പിന്നെ വെള്ളം നമ്മൾ കയറ്റി ഇറക്കും പാടത്ത്. പറമ്പിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കോഴിക്കാഷ്ടം ഇടുമ്പോഴുള്ള ഒരു ഗുണം, ഈ ഇരുമ്പ് മൂലമുള്ള ഇത് കുറയാൻ സാധിക്കും. അത് പലപ്പോഴും ഇരുമ്പൊക്കെ കൂടുതൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയൊക്കെ മുരടിക്കും, നമ്മൾ വിചാരിച്ചത്ര ഒന്നും കിട്ടില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. നെല്ലിലൊക്കെ പ്രത്യേകിച്ചും കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനും കൂടെ നമുക്ക് ഈ കോഴിക്കാഷ്ടം സഹായിക്കും. പക്ഷെ നമുക്ക് കോഴിക്കാഷ്ടം ചൂടാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒന്നുകിൽ മഴക്കാലത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇത് മിക്സ് ചെയ്തിടുക. അതായത് കോഴിക്കാഷ്ടം ഞാൻ പറഞ്ഞ പോലെ കോഴിക്കാഷ്ടം മാത്രം ഇടാതെ
ചാണകപ്പൊടി മറ്റുള്ള വളങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തുകൊണ്ടിടുക. പിന്നെ ഈ കോഴിക്കാഷ്ടത്തിന്റെ ചൂട് പറയാൻ വേറൊരു ഇതുള്ളത്, കുറച്ച് ചകിരിച്ചോറും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മാസം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ അത് കുറച്ചൊക്കെ അതിന്റെ ചൂട് പോയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിനെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കിട്ടിയത് നമുക്ക് മുയലിന്റെ കാഷ്ടം, പന്നിയുടെ കാഷ്ടം, അങ്ങനെ പല ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നേയുള്ളൂ. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഡാറ്റ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മെയിൽ അയക്കുകയാണെങ്കിൽ അയച്ചു തരാം. പിന്നെ പച്ചിലവള ചെടിയെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ ഡേഞ്ച, ചണമ്പ്, കൊഴിഞ്ഞില് ഇതാണ് ഡേഞ്ച. പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. പയറുവർഗത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പൊ നമുക്ക് ഇത് തെങ്ങിന്റെ ചോട്ടിലൊക്കെ ഇപ്പൊ ഒരു സാധാരണ നമുക്ക് വിഷു കഴിയുമ്പോൾ ഒരു വേനൽ മഴ കിട്ടും. ആ സമയത്ത് നമ്മള് ഇതിന്റെ വിത്ത് വിതറി കൊടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കൂട്ടുക. തെങ്ങിന്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ വെറുതെ കിളച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് 45 ദിവസം ആകുമ്പോൾ പൂവാവും. ആ സമയത്ത് നമ്മൾ തിരിച്ചതിനെ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ തെങ്ങിന്റെ അവിടെ വരുമ്പോൾ ഞാൻ പറയാം, അതായത് 50 കിലോ ജൈവവളം വേണം ഒരു തെങ്ങിന്. നമ്മൾ എവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാൽ മുതലാവോ നമുക്ക് നാളികേരത്തിന് നോക്കുമ്പോൾ. അപ്പൊ നമുക്കൊരു 10-25 കിലോ ഈ പച്ചിലവളം കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഡേഞ്ചർ പോലുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പൊ ഡേഞ്ചർ നമുക്ക് വീട്ടിലില്ലെങ്കിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പയറോ മുതിരയോ അങ്ങനെയുള്ള ഏതെങ്കിലും പയറുവർഗത്തിലുള്ള ചെടികൾ ഇതുപോലെ വിതച്ചു കൊടുക്കുക. ഇത് നമ്മൾ പയറ് കറി വെക്കാൻ വേണ്ടി കിട്ടാനല്ല, അതിനെ നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് പച്ചിലവളമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഒരു ജൈവവളമാണ് അസോള എന്ന് പറയും. പലരും നിങ്ങൾ വളർത്തുന്നുണ്ടാവും. പശുവിന് കൊടുക്കാനോ തീറ്റയൊക്കെ ആയിട്ട്. പണ്ട് നെൽപ്പാടത്തേക്ക് വേണ്ടാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ pH-ന്റെ പ്രശ്നം കാരണം അസോള ശരിക്കും വളരുന്നതായിട്ട് കണ്ടില്ല. അപ്പൊ നമ്മളിപ്പോ ചെയ്യണത് ഇത് തീറ്റയായിട്ട്, കാരണം ഇതിൽ ധാരാളം നൈട്രജനും ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കാലിത്തീറ്റയായിട്ടോ അല്ലെങ്കിൽ കോഴികൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ തീറ്റ കൊടുത്തിട്ട് അതിന്റെ വിസർജ്യത്തിൽ കൂടെ നമുക്ക് ഇതിന്റെ ഗുണം കിട്ടും. ഇനി ഇതൊന്നും നമ്മൾ വളർത്തുന്നില്ലെങ്കിൽ കുറച്ച് അസോള വെറുതെ ഒരു ബക്കറ്റിലോ ഒരു ബേസിനിലോ നമ്മുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ, തണല് വേണം, നല്ല വെയിലത്ത് വെക്കരുത്, വളർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് നേരിട്ട് വളമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊതയായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ നല്ലൊരു ജൈവവളമാണ് അസോള. അടുത്തത് കമ്പോസ്റ്റിംഗ് ആണ്. പലതരം കമ്പോസ്റ്റിംഗ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി അത്ര അധികം വിശദീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് മണ്ണിര ഇല്ലാതെയും കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഇത് വടക്കേ ഇന്ത്യയിലത്തെ ഒരു ഫോട്ടോ ആണ്, അതുകൊണ്ടാണ് ഇതിന് ഷെഡ് ഇല്ലാത്തത്. കാരണം അവിടെ മഴയൊക്കെ കുറവാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഷെഡ് ഉണ്ടാവണം, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു പോകും. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇടയ്ക്ക് ഓരോ ഇഷ്ടിക എടുത്ത് മാറ്റിയിരിക്കുന്നത് വായുസഞ്ചാരം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇതിൽ മണ്ണിര ഇടരുത്, മണ്ണിര അതിൽ കൂടെ പുറത്തേക്ക് പോകും. ഇത് സാധാരണ കമ്പോസ്റ്റ്. അപ്പൊ നമുക്ക് ജൈവാവശിഷ്ടങ്ങളും ചാണകവും വേണമെങ്കിൽ കുറച്ച് മണ്ണും പല ലെയറായിട്ട് ഇട്ടുകൊണ്ട് നമുക്കതിനെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് പാകത്തിന് നനച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വസ്തുക്കൾ അനുസരിച്ച് ഒരു 5-6 മാസം കൊണ്ടൊക്കെ ഇത് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം. അതുപോലെ തുമ്പൂർമൊഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ അതിരപ്പള്ളി വാഴച്ചാൽ പോണ വഴിക്ക് ഒരു മൃഗങ്ങളുടെ ഫാം ഉണ്ട്, വെറ്ററിനറി സർവകലാശാലയുടെ കീഴില്. അവിടുന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇതൊരു ചെറിയ ടാങ്ക്, ഇങ്ങനെ അഴികൾ പോലെയുള്ള ചെറിയ ടാങ്കാണ്. അപ്പൊ ഇവിടെ അവർ ചെയ്തത് ഒരു 6 ഇഞ്ച് കനത്തിൽ കരിയില ഇട്ടു, 6 ഇഞ്ച് കനത്തിൽ നമ്മുടെ വേസ്റ്റ് ഇട്ടു, 6 ഇഞ്ച് കനത്തിൽ ചാണകം ഇടുക. ചാണകത്തിന് പകരം നമുക്ക് ഇപ്പൊ സിറ്റിയിലൊക്കെ ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാണകത്തിൽ നിന്ന് എടുത്ത ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയുടെ കൾച്ചർ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. വെള്ളായണി കാർഷിക കോളേജിൽ വേറൊരു കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഉണ്ട്. അപ്പൊ പല തരത്തില് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്ന മെത്തേഡുകൾ കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന ഇത് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിലേക്ക് വെറും ചാണകം ചെറുതായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി, കാരണം അതിലും ബാക്ടീരിയകളും ഇതൊക്കെ ധാരാളം ഉണ്ടാവും. ഇതൊക്കെ ഈ വേസ്റ്റിനെ അരിയിപ്പിച്ച് വളമാക്കി തരും. അടുത്തത് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര നമുക്കറിയാം, ശരിക്കും മണ്ണിര എന്ന് പറഞ്ഞാൽ മണ്ണ് തിന്നിട്ട്, അതാണ് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ മണ്ണിരയുടെ കുറ്റികൾ കാണും. പക്ഷെ അത് മണ്ണാണ് തിന്നണത്. പക്ഷെ നമുക്കിപ്പോ നമ്മുടെ വീട്ടിലെ ജൈവ അവശിഷ്ടങ്ങൾ, അടുക്കളയത്തെ കറിക്കരിഞ്ഞ അവശിഷ്ടങ്ങള്, അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി എടുത്തു കഴിഞ്ഞ ശേഷം വരുന്ന വാഴയുടെ അവശിഷ്ടങ്ങള്, കരിയിലകള്, ഇതൊക്കെ കമ്പോസ്റ്റ് ആക്കാൻ പറ്റിയതാണ് ഈ മണ്ണിര. അതായത് ഈ 3 മണ്ണിരകളെ നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇതിലെ യൂഡ്രിലസ് യൂജീനിയ എന്നുള്ള മണ്ണിര കാർഷിക സർവകലാശാലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു മണ്ണിരയ്ക്ക് 70 പൈസക്കാണ് വിൽക്കുന്നത്. 1 കിലോ വേസ്റ്റിന് ഒരു മണ്ണിരയെങ്കിലും മിനിമം നമ്മൾ ഇട്ട് കൊടുക്കണം. 2-3 ഇട്ട് കൊടുത്താൽ നല്ലത്, പക്ഷെ മിനിമം ഒരു മണ്ണിരയെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മള് പല ടാങ്കുകൾ ഉണ്ട്, കിണറിന്റെ റിംഗ് ഉപയോഗിക്കാം,
എന്താ വെച്ചാൽ അതിനൊന്നും അത്ര ഇതില്ലാത്ത ഞാൻ കൂടുതൽ പറയണില്ല, സമയമില്ലാത്ത കമ്പോസ്റ്റ് മാത്രം തന്നെ ഒരു ക്ലാസ് എടുക്കാനുള്ള അത്രയ്ക്ക് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ സ്ഥലമൊക്കെ ഉള്ളവരാണ്, പറമ്പുണ്ട്, തെങ്ങിന്റെ പട്ട അല്ലെങ്കിൽ മറ്റേ ഇലകള്, മരത്തിന്റെ ഇലകള്, പിന്നെ വാഴപ്പിണ്ടി ഇതൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇതുപോലൊരു ഇത് ചെന്നൈയില് എർത്ത്വോം റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവര് ഡിസൈൻ ചെയ്ത ഒരു ടാങ്കാണ്. 4 അറയുള്ള ടാങ്കും ഉണ്ട്, 2 അറയുള്ള ടാങ്കും ഉണ്ട്. അതില് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ അറയിൽ വേസ്റ്റ് ഇടണം, എന്നിട്ട് അത് ഫുൾ നിറയ്ക്കണം. അത് ഫുൾ നിറച്ച് ഒരു 10 ദിവസം അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ നിറച്ചുള്ളത് ഒരു മുക്കാലൊക്കെ ആയിട്ട് ചുങ്ങിപ്പോവും, കാരണം അതിലത്തെ നനവ് കുറയും. ആ സമയത്ത് നമ്മൾ 4 ദിവസം പഴക്കമുള്ള ചാണകം ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ വേസ്റ്റിന് 1 മണ്ണിര മിനിമം, അപ്പൊ 2-3 വെച്ച് നമ്മൾ കണക്കാക്കുക. 100 കിലോ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു 200 മണ്ണിര വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും ഇട്ട് കൊടുക്കുക. നനവ് കൂടുവരുത്, കുറവ് വരുത്. ഇപ്പൊ നമ്മൾ നനച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും ഒരു 50% നനവ് എന്നുള്ള നിലയ്ക്കാണ്. എന്നിട്ട് ഇത് ഷെഡിൽ തന്നെ അല്ലെങ്കിൽ മീതെ വല്ല പട്ടയൊക്കെ ഇട്ടിട്ട് മൂടി കൊടുക്കുക. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് വേസ്റ്റ് പിന്നത്തെ അറയിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ. പലപ്പോഴും ആൾക്കാർക്ക് പ്രശ്നം വരണത് എന്താണെന്ന് വെച്ചാല് ഈ വേസ്റ്റ് ഇട്ട് കൊടുത്ത് ചാണകം ഇട്ട് മണ്ണിര ഇട്ടിട്ട് ഇപ്പൊ അവിടെ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ അതിന്റെ മീതെ പിറ്റേ ദിവസം വീണ്ടും വേസ്റ്റ് ഇടും. ഒരിക്കലും ചെയ്യരുത്, കാരണം മണ്ണിര തിന്നിട്ട് താഴേക്കേ പോവുള്ളൂ. അപ്പൊ ഈ മോൾ ഭാഗം നമുക്ക് ഒരിക്കലും കമ്പോസ്റ്റ് ആയി കിട്ടില്ല. അപ്പൊ എപ്പോഴും വേസ്റ്റ് ഇട്ട് മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അതാണ് അടുത്ത അറയിലേക്ക് വേസ്റ്റ് ഇടുന്നത്. അത് നിറയുമ്പോ പിന്നത്തെ അറ. അപ്പൊ നമുക്ക് ഇങ്ങനെയാകുമ്പോ ഒരു ഗുണം, നമുക്ക് കൂടുതൽ സ്ഥലമുള്ള ആൾക്കാർക്ക് വർഷം മുഴുവൻ കമ്പോസ്റ്റ് കിട്ടാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ 4 അറയുള്ളതാവാം, 2 അറയുള്ളതാവാം. അത് നമുക്ക് എത്ര വേസ്റ്റ് ഉണ്ടോന്ന് ഏകദേശം നോക്കിയിട്ട് അതിനനുസരിച്ചാണ്. നമുക്ക് കിണറിന്റെ റിംഗ് ആവാം, ചെറിയ ടാങ്കുകളാവാം, അങ്ങനത്തെയൊക്കെ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട്. ചകിരിച്ചോറ് അതേപോലെ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെങ്കിൽ, ഒന്ന് നമുക്ക് ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മറ്റുള്ള ചെടികൾക്കൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് നമുക്ക് മണ്ണ് ലൂസാക്കാനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട്, വേര് കൂടുതൽ പോവാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കണത് എന്താണെങ്കിൽ അതിലത്തെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതൊക്കെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനാവാനാണ്. ഇത് വെറുതെ ഇട്ടാല് കുറച്ച് സമയം എടുക്കും, കാരണം അതിൽ ലിഗ്നിന്റെ അളവ് കൂടുതലാണ്. കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയും, അത് കൂടുതലാണ്. കാരണം കാർബൺ കൂടുതലും നൈട്രജൻ കുറവുമാണ്. ഇപ്പൊ ഈ തെങ്ങ് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ അങ്ങനത്തെ ദീർഘകാല വിളകൾക്കൊക്കെ നമുക്ക് അതുപോലെ ഇട്ട് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോ കാർബൺ മണ്ണിൽ പിടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജൈവാംശം കൂടുതലാണെന്ന്. കാരണം അവിടെ വിഘടിക്കൽ കുറവാണ്, ചൂട് കുറവായ കാരണം. അപ്പൊ അതേപോലെ നമ്മുടെ മണ്ണില് ഇത് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് ഈ ദീർഘകാല വിളകൾക്ക് കുഴപ്പമില്ല, അത് മെല്ലെ അലിഞ്ഞ് വളമായിട്ട് മാറിക്കോളും. പക്ഷെ മറ്റേത് ശരിയാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ആ കമ്പോസ്റ്റ് ആക്കാനുള്ള മെത്തേഡ്, ഇതിന് ഷെഡൊന്നും വേണ്ട, ഒരു മരത്തിന്റെ ചോട്ടിൽ തന്നെ നമുക്ക് ഇത് ആക്കാം. അപ്പൊ ഒരു കുറച്ച് സ്ഥലം നല്ല വൃത്തിയാക്കിയിട്ട്, ഒരു 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയൊക്കെ ഉള്ള ഒരു സ്ഥലം നല്ല വൃത്തിയാക്കിയിട്ട് അതിലൊരു 20 സെന്റിമീറ്റർ ഘനത്തില് ചകിരിച്ചോറ് ഇടാം. ഏതാണ്ട് ഒരു 500 കിലോ. അത് നിങ്ങള് ഇഷ്ടികയായിട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും, ലോഡായിട്ട് വാങ്ങിക്കണം. കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ലോഡായിട്ട് വാങ്ങിക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കേട് വന്ന ബ്രിക്കൊക്കെ ഉള്ളത് ചിലപ്പോൾ അവർ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ലെയർ ചകിരിച്ചോറ് കൊടുക്കുക. ആ ചകിരിച്ചോറിന്റെ മീതെ നമ്മൾ കഴിക്കുന്ന കൂണിന്റെ തന്നെ വിത്താണ് ഇതിലെ ലിഗ്നിനെ വിഘടിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരു പാക്കറ്റ് കൂൺ വിത്ത്, അതിന് പിത്ത് പ്ലസ് എന്ന് പറയും, ബയോ പ്ലസ് എന്ന് പറയും, പ്ലൂറോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂണിന്റെ വിത്താണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു ലെയർ ചകിരിച്ചോറിന്റെ മീതെ ഒരു പാക്കറ്റ് കൂൺ വിത്ത് വിതറി കൊടുക്കുക. വീണ്ടും ഒരു ലെയർ ചകിരിച്ചോറ്, അതിന്റെ മീതെ ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ കുറവാണെന്ന്. അപ്പൊ അതുകൊണ്ട് 1 കിലോ നൈട്രജൻ അതില് വിതറി കൊടുക്കും. 1 കിലോ യൂറിയ, സോറി നൈട്രജൻ അല്ല യൂറിയ. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവമാണ് നിങ്ങൾ കോഴിയെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ യൂറിയക്ക് പകരം നമുക്ക് കോഴിക്കാഷ്ടം വിതറി കൊടുക്കാം. പക്ഷെ 100 കിലോ യൂറിയ എടുത്താൽ അതിൽ 50 കിലോ, 46% എന്നാണ് പറയാ, ഏകദേശം 50 കിലോ, 46 പകുതി നൈട്രജൻ ആണ്. ആ സ്ഥാനത്ത് കോഴിക്കാഷ്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയില്ല, 1.5 കിലോ ഉണ്ടാവുള്ളൂ 100 കിലോ എടുത്താൽ.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഈ നമ്മൾ യൂറിയൊക്കെ ഇടുമ്പോ ഇത്രയും പച്ചപ്പ് വരണതും ജൈവവളം ഇടുമ്പോ ചെടിക്ക് ഉഷാറില്ലാത്തത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് 1 കിലോ യൂറിയക്ക് പകരം വേണമെങ്കിൽ ഒരു 25-30 കിലോ മറ്റേ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു ലെയർ ചകിരിച്ചോറ്, ഒരു പാക്കറ്റ് കൂൺവിത്ത്, വീണ്ടും ചകിരിച്ചോറ്, അതിന്റെ മീതെ യൂറിയ അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, വീണ്ടും ചകിരിച്ചോറ്, കൂൺവിത്ത്, അങ്ങനെ 1 മീറ്റർ ഹൈറ്റ്. അപ്പൊ ഏതാണ്ട് ഒരു 5 ലെയറിൽ അങ്ങനെ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നനയ്ക്കാം. ഞാനിത് പറയണത് നമ്മൾ മഴക്കാലത്ത് ഇടായിരിക്കും നല്ലത്. കാരണം ഇതിനെ എടുത്ത് കയ്യിൽ പിടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ കൂടെ വെള്ളം ഒലിക്കണം കയ്യിൽ കൂടെ. അപ്പൊ അത്രയ്ക്ക് നനവ് വേണം. നമുക്ക് ചിലപ്പോ വേനൽക്കാലത്ത് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സമയത്ത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നാൽ ശരിയാവില്ല. അപ്പൊ നമ്മള് ഇത് ആവശ്യം നമുക്ക് വേനൽക്കാലത്താണെങ്കിലും, കാരണം നനവ് കൂടുതൽ നിൽക്കാനുമാണ്, പിന്നെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ നമ്മള് മഴക്കാലത്ത് ഇതിട്ട് വെക്കാം. ഒരു 40 ദിവസം, അതായത് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഇത് കമ്പോസ്റ്റായി റെഡി ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതിനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗിൽ നിറയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളമായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറഞ്ഞു ഈ എല്ലാ ജൈവവളങ്ങളും ഇട്ട് കൊടുത്താലും യൂറിയ കിടന്ന അത്ര തന്നെ ഇതുണ്ടാവില്ല. മിക്ക കൃഷിക്കാരും അതാണ് പറയാറ്, യൂറിയ ഇട്ട് കൊടുത്താലേ സമാധാനമുള്ളൂ, അപ്പൊ വളർച്ച ശരിക്കും കാണുള്ളൂ. ശരിയാണ്, കാരണം ഈ നൈട്രജന്റെ ഇതുകൊണ്ട്. അപ്പൊ നമ്മൾ അതിനെ കൂടെ ഇതാക്കാനും, പ്ലസ് നമ്മൾക്കറിയാം ഈ ജൈവ കൃഷിയിലെ വേറൊരു വെല്ലുവിളി മറ്റേതിലും അതെ കീടരോഗങ്ങളാണ്. അപ്പൊ നമ്മള് ചെടിയുടെ ആരോഗ്യം, അതായത് മണ്ണിന്റെ ആരോഗ്യം പ്ലസ് രോഗകീടങ്ങളെ കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലേക്ക് സഹായിക്കുന്ന കുറച്ച് ദ്രാവക ജൈവവളങ്ങളെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഓരോ വിളകളുടെയും പിന്നെ നോക്കാം. ഈ ദ്രാവക ജൈവവളങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പച്ച ഫ്രഷ് ആയിട്ടുള്ള ചാണകം, അതായത് നല്ല ചൂടുള്ള ചാണകം അപ്പൊ തന്നെ ഇട്ടതാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തില് ഏതാണ്ട് 100 ഗ്രാം വരെ കലക്കിയിട്ട് അത് തെളി വരുമ്പോ അതിനെ അരിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കും. പലപ്പോഴും നമ്മുടെ പച്ചക്കറിക്കാവട്ടെ അല്ലെങ്കിൽ പൂച്ചെടികൾക്കാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വിളകൾക്കാവട്ടെ ഒരു വാട്ടം വരും. പൊതുവേ ഈ പച്ചക്കറിയിൽ വഴുതന, തക്കാളി, മുളക് നമ്മൾ അസലായിട്ട് നനച്ചിട്ടുണ്ടാവും, പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ വാടിക്കാണും. അപ്പൊ അത് ബാക്ടീരിയൽ വാട്ടമാണ്. അതിനും ഏറ്റവും നല്ല മരുന്നായിട്ടാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത്. പ്ലസ് ഇതിലുള്ള ഹോർമോണുകളും എൻസൈമുകളും ഇതിലുള്ള മൂലകങ്ങളും ഒക്കെ ചെടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചാണകം കലക്കി വെച്ച് അതിന്റെ തെളിയെടുത്ത് ഇലകളിൽ തളിക്കുക. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ടൈം ടേബിൾ ഇടുന്നത് പോലെ നമ്മളൊരു ടൈം ടേബിൾ ഇട്ട് വെക്കുക. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം. ഇതൊക്കെ ചെറിയ സ്ഥലത്താണ് കൂടുതൽ ചെയ്യാൻ പറ്റുക. മറ്റോടത്ത് നമ്മൾ വലിയ പവർ സ്പ്രെയർ ഉള്ളടത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വലിയ വലിയ തോട്ടങ്ങളാണെങ്കിലും നമ്മൾ കെമിക്കല് ഇടുക്കിയിലൊക്കെ പോയി കണ്ടറിയാം, ഏലത്തിനൊക്കെ അവരടിക്കണ മരുന്നുകള്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പ്രെയർ നല്ല പവർ സ്പ്രെയർ പോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അടിക്കാൻ പറ്റും. അതേ ചെലവന്നെ ഇതിനും വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ചാണകവും മൂത്രവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും വേണ്ട. അപ്പൊ പച്ചച്ചാണകം. അടുത്തത് ഗോമൂത്രം, ഏറ്റവും എഫക്റ്റീവാ. ഗോമൂത്രത്തിൽ നൈട്രജൻ ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കട്ടി കൂടിയിട്ട് ഒഴിക്കരുത്. നമ്മൾ നേരിട്ട് പശുവിന്റെ പാത്രത്തിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് 8 മുതൽ 10 ഇരട്ടി വരെ നേർപ്പിച്ചിട്ട് വേണം ഇലകളിൽ തളിച്ചു കൊടുക്കാൻ. പലപ്പോഴും ചീര പോലെയുള്ള പച്ചക്കറികളൊക്കെ ഗോമൂത്രം മാത്രം തളിച്ചുകൊണ്ട് കൃഷി ചെയ്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട് ജൈവ രീതിയിൽ തന്നെ. അതാണ് ഗോമൂത്രം. അപ്പൊ ഇതിന്റെയൊക്കെ വേറൊരു ഗുണം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇലകളിൽ തളിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഇഫക്റ്റ് കിട്ടും. മറ്റേ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി ഒലിച്ചു പോകും, കുറച്ച് വലിച്ചെടുക്കും. ആ വലിച്ചെടുത്തത് ഇലകളിൽ വന്നിട്ടാണ് അതിന്റെ ഫലം നമുക്കറിയുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കിട്ടും, അളവ് കുറച്ച് മതി. പ്ലസ് ഇതിന്റെ ഒരു മണം ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു പരിധി വരെ കീട രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതാണ് ഗോമൂത്രം. അടുത്ത വെർമി വാഷ്. നമ്മളിപ്പോ മണ്ണിര കമ്പോസ്റ്റ് റെഡി ആയ ശേഷം അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു രാത്രി വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ചട്ടി, അടിയിൽ ടാപ്പുള്ള ചട്ടികൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ഒരു ചട്ടിയിൽ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഊറി എടുത്തു കഴിയുന്നതാണ് വെർമി വാഷ്. അത് ശരിക്കും പറയാ ടോണിക് എന്ന് തന്നെ പറയാം. ഇതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ
അപ്പൊ ആ ടോണിക് അത് നമ്മൾ 1 ലിറ്റർ വെർമി വാഷ് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഈ ഓർക്കിഡ്, ആന്തൂറിയം അങ്ങനത്തെ ചെടികൾക്കൊക്കെ നമ്മളിവിടെ തളിച്ചിട്ട് അതിന് നല്ല ഫലം കാണുന്നുണ്ട്. എല്ലാ ചെടികൾക്കും ഞാനിത് പറഞ്ഞെന്ന് മാത്രം. ഓർക്കിഡ്, ആന്തൂറിയൊക്കെ ടിഷ്യൂ കൾച്ചർ ചെയ്തതാണ് ഞങ്ങൾ ഈ കൂടുതൽ ഹാർഡൻ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിനെ തണലത്ത് ഈ നെറ്റിന്റെ അടിയിലൊക്കെ വെച്ച് ശുശ്രൂഷിച്ചിട്ടൊക്കെയാണ് 2-4 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് വിൽക്കാനുള്ള പരിവാക്കുക. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് തളിച്ചത് വളരെ ഗുണം കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ പഞ്ചഗവ്യം പലരും നിങ്ങൾ ചെയ്യണ്ടാവും ചിലപ്പോ. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിന്റെ 5 സാധനങ്ങളാണ്. അതായത് ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ്. പക്ഷെ ചെടിക്കടിക്കാനുള്ള പഞ്ചഗവ്യത്തിൽ നമ്മൾ അതിന്റെ കൂടെ പാളയംകോടൻ പഴം, ശർക്കര, തേങ്ങാവെള്ളം ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കി തളിക്കുന്നത്. ഇതൊക്കെ നമ്മള് ഇതിന്റെയൊക്കെ ഗുണനിലവാരം നമ്മൾ കാർഷിക സർവകലാശാലയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ ശർക്കര മിശ്രിതം അതും ചിലപ്പോൾ പലരും ഉണ്ടാക്കുന്നുണ്ടാവും. മീൻ അല്ലെങ്കിൽ മത്തി അല്ലെങ്കിൽ ചാളയും ശർക്കരയും കൂടി ഉണ്ടാക്കുന്ന മിശ്രിതം. അതുപോലെ എഗ് അമിനോ ആസിഡ് ഇതൊക്കെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തളിക്കാം. മറ്റുള്ള ചെടികൾക്കും തളിക്കാമില്ല എന്നല്ല. പ്രത്യേകിച്ച് ഈ പഞ്ചഗവ്യൊക്കെ മറ്റേ തമിഴ്നാട്ടിലൊക്കെ മാവിൻ തോട്ടത്തില്, ഞാൻ പറയണത് എന്താ വെച്ചാൽ തോട്ടത്തിലായാലും നമുക്ക് തളിക്കാം എന്ന് പറയാണ്. അവിടെ വളരെ വിപുലമായിട്ട് തളിച്ചിട്ട് പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവാനും ഉണ്ടാകുന്ന പൂക്കളിൽ മുഴുവൻ കായ പിടിക്കാനും ആ കായ്ക്ക് നല്ല തുടം വരാനും നല്ല ക്വാളിറ്റി ഉണ്ടാവാനും ഒക്കെ സഹായിച്ചതായിട്ട് പല പഠനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മീൻ ശർക്കര മിശ്രിതവും പഞ്ചഗവ്യം നമ്മൾ പച്ചക്കറികളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി. മാത്രല്ല ചില പച്ചക്കറികളിൽ പ്രത്യേകിച്ച് ഈ വെള്ളരി വർഗത്തിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെയാണ്. നമുക്ക് പെൺപൂ ഉണ്ടായാലേ കായ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പെൺപൂക്കളുടെ എണ്ണം കൂടാനും അതുപോലെ പെട്ടെന്ന് പൂക്കാനും കായ ഉണ്ടാവാനും കായ നല്ല തൊടുണ്ടാവാനും നല്ല കൂടുതൽ സ്വാദ് വരാനും ഒക്കെ ഈ പഞ്ചഗവ്യം മീൻ ശർക്കര മിശ്രിതവും തളിച്ചതൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുഭാഷ് പലേക്കറിന്റെ ജീവാമൃതം അതും നമ്മൾ പരീക്ഷണങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അതിനും നല്ല ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ EM ലൈനി എന്ന് പറയും, ചിലവരത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. EM ലൈനി നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം. ഒന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ, ഇതിലൊക്കെ കുറെ സൂക്ഷ്മജീവികളാണ്. അപ്പൊ ഈ കമ്പോസ്റ്റ് ജൈവ അവശിഷ്ടങ്ങളെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി EM ലൈനി തളിച്ചു കൊടുക്കാം. അതല്ലാണ്ട് EM ലൈനി നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരെണ്ണം അതിൽ ചേർത്താൻ വിട്ടുപോയി, അതായത് ഇലകളുടെ നീര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പച്ചിലകൾ, അതായത് കളകളുടെ നമ്മുടെ ചുറ്റും കാണുന്ന ഔഷധ സസ്യങ്ങളുടെ അതിന്റെയൊക്കെ ഇലകൾ എടുത്ത് അത് ഗോമൂത്രത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മുക്കി വെച്ചിട്ട് ഒരു 10-15 ദിവസത്തിന് ശേഷം അത് നമുക്ക് ഇലകളില് ഞെരടി പിഴിഞ്ഞിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ഇലമേ തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് തളിച്ചു കഴിഞ്ഞാൽ വളവുമാണ്. കുളിപ്പിച്ച് തളിച്ചു കഴിഞ്ഞാൽ അത് ഈ മീലിമുട്ട പോലത്തെ പ്രാണികൾ വരാതിരിക്കാനും കൂടെ സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ദ്രാവക ജൈവ വളങ്ങള് നമ്മൾ ഇടയ്ക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടരോഗങ്ങൾ കുറയും. കാരണം ജൈവ കൃഷിയില് കീടരോഗങ്ങൾ വന്നാൽ അതിനെ നശിപ്പിക്കല് രാസമരുന്നുകളെ പോലെ അത്ര എളുപ്പത്തിൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്കെഡ്യൂള് പോലെ ഇട്ടിട്ട് ഇന്ന ദിവസങ്ങളിൽ ഇന്നത്, പ്രത്യേകിച്ച് ഈ പഞ്ചഗവ്യം മീൻ ശർക്കരയൊക്കെ പൂവാവുന്ന സമയത്ത് ഇടുക, അല്ലാത്ത സമയത്ത് ജീവാമൃതം അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങള് നെൽകൃഷി ചെയ്ത് നോക്കിയതില് നമ്മൾ ചെയ്തത് നട്ടിട്ട് 15-ാം ദിവസം ജീവാമൃതം സ്പ്രേ ചെയ്തു, 1 മാസം ആയപ്പോ പഞ്ചഗവ്യം സ്പ്രേ ചെയ്തു, 45 ദിവസമായപ്പോ ഈ പച്ചിലകളുടെ നീര് സ്പ്രേ ചെയ്തു. പിന്നെ ഒരു 55-60 ദിവസം, അതായത് ഈ പൂവ് നമുക്കറിയാം ചാഴി നെല്ലില് വളരെ ശല്യമാണ്. ആ സമയത്ത് നമ്മൾ ഈ മീൻ ശർക്കര മിശ്രിതം, ഈ ചാഴിക്ക് വേറൊരു മണം ഇഷ്ടമല്ല, ചാഴിക്ക് തന്നെ ഒരു ചീത്ത മണമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെയുള്ള ചില ഈ പ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളെ അകറ്റാൻ പറ്റും. ഇനി ഓരോന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. പഞ്ചഗവ്യം നമ്മള് ചാണകം 1.25 കിലോ എടുത്താല്, ഗോമൂത്രം ഇത് നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കണം എന്നില്ല, കാരണം ഞാൻ വേണമെങ്കിൽ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം വാട്സാപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ. പിന്നെ ഇതിന്റെ ഒരു ചെറിയ ബുക്കിലെറ്റ് ഞാൻ ഈ ജൈവ കൃഷിയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, അതും വേണമെങ്കിൽ ആവശ്യമുള്ളവര് മെയിൽ ID അല്ലെങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ അയച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ചാണകം 1.25 കിലോ, ഗോമൂത്രം 750 മില്ലി, പിന്നെ പാൽ 1/2 ലിറ്റർ, തൈര് 1/2 ലിറ്റർ, നെയ്യ് 250 മില്ലി, 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് മുഴുവൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ പശു ഉണ്ടെങ്കിൽ, കാരണം നെയ്യൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത്തിരി വിഷമം ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പ്ലസ് അതിന്റെ ഒപ്പം
250 ഗ്രാം ശർക്കരയും ഒരു 3-4 പാളയംകോടൻ, അതായത് മൈസൂർ പഴം എന്ന് പറയും, അതിന്റെ തൊലി കളഞ്ഞ് പഴം മാത്രം. കാരണം നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം പൊന്താൻ വേണ്ടി അല്ലെ, ഫെർമെന്റേഷൻ എന്ന് പറയും, പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പഴമൊക്കെ ഞെരടിയിടും. അതേപോലത്തെ ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ. പ്ലസ് അതിന്റെ ഒപ്പം തേങ്ങ വെള്ളം കൂടെ ചേർക്കും 1 ലിറ്റർ. അങ്ങനെ ഇതെല്ലാം ആദ്യത്തെ ദിവസം നമ്മൾ ചാണകവും നെയ്യും കൂടെ, അതൊരു 10-21 ദിവസത്തെ പരിപാടിയാണ്. നെയ്യും ചാണകവും കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യും. 3-ാം ദിവസം അതിലേക്ക് ഗോമൂത്രം ചേർക്കും. 15-ാം ദിവസം ബാക്കി എല്ലാം കൂടെ ചേർക്കും. നമ്മൾ എല്ലാ ദിവസവും ഇതൊന്നൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ മൺപാത്രത്തിലോ വെച്ചിട്ട് എല്ലാ ദിവസവും ഇളക്കണം, വലത്തോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനെ തുണി കൊണ്ട് കെട്ടിവെക്കുക, എയർ ടൈറ്റ് ആയിട്ട് ഒരിക്കലും അടയ്ക്കരുത്. അങ്ങനെ നമുക്ക് 21 ദിവസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. ആകെ 3 ആഴ്ച ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് 21 ദിവസം കഴിഞ്ഞാൽ അതിന് എടുത്തിട്ട് 30 മില്ലി മതി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പൊ നമുക്ക് 5 ലിറ്ററിലേക്ക് ഇതൊക്കെ കൂടിയാകുമ്പോൾ ഏതാണ്ട് ഒരു 8-9 ലിറ്റർ വരുമല്ലോ എല്ലാം കൂടെ. അതിനെ നമുക്ക് 30 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ചെലവ് എത്രയോ കുറവാണ്, അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് മീൻ ശർക്കര മിശ്രിതം. അപ്പൊ നമ്മൾ 1 കിലോ മത്തി, 1 കിലോ ശർക്കര, ഇങ്ങനെയാണ് നമ്മൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം. ജീവാമൃതവും പഞ്ചഗവ്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺപാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റിലോ ആണ്. മീൻ ശർക്കര മിശ്രിതവും മുട്ട ശർക്കര മിശ്രിതവും നമ്മളിങ്ങനെ അടപ്പ് കൊണ്ട് തിരിച്ചടയ്ക്കുന്ന, അപ്പൊ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കുക, ഉറുപ്പൊക്കെ കയറാതിരിക്കാൻ ഇട്ട് വയ്ക്കില്ല, അതുപോലത്തെ അടപ്പുള്ള പാത്രത്തില് നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തില് അടച്ചു വെക്കണം. എന്നിട്ട് ചിലപ്പോ നമുക്ക് 21 ദിവസം തന്നെയാണ് ഇതും വെക്കേണ്ടത്. പക്ഷെ ചിലപ്പോൾ അതിലത്തെ ആ മീനിന്റെ ഇത് അലിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ യൂറിയും അല്ലെങ്കിൽ അമോണിയൊക്കെ ഇട്ട് വരുന്ന മീനുകളായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത്, ഒരു കൃഷിക്കാരൻ തന്നെ പറഞ്ഞു തന്നതാണ്, ഒരു പപ്പായ പൊട്ടിച്ചിട്ട്, പച്ച പപ്പായ പൊട്ടിച്ചിട്ട് വെറുതെ കത്തി കൊണ്ട് ഇതാക്കുമ്പോൾ അതിന്റെ കറ ഒറ്റി വീഴും. അപ്പൊ അതിനൊരു 5-6 തുള്ളി കറ ഇതിലേക്ക് ആക്കാം. ഈ മീൻ ചെറുതായിട്ട് അരിയുക, ശർക്കരയും പൊടിക്കുക. ശർക്കര കഴിയുന്നതും ഉണ്ട ശർക്കരയാണെങ്കിൽ നല്ലത്, അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നിർത്തിയില്ലെങ്കിൽ നമ്മൾ കിട്ടുന്നത് വെച്ച് ചെയ്യാം. അങ്ങനെ മീൻ ചെറുതാക്കി അരിയുക, ശർക്കരയും പൊടിച്ച് നന്നായിട്ട് കുലുക്കി എടുത്ത് വെക്കുക. ഈ പപ്പായയുടെ കറയും കൂടെ വെച്ചിട്ട് കഴിഞ്ഞാല് 3 ആഴ്ച കഴിഞ്ഞത്, അതിന്റെ ഇടയ്ക്കൊന്നും തുറക്കരുത്. 3 ആഴ്ച കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു ആസ്വാദത്തിന്റെ മണമായിരിക്കും. അതിന്ന് 1-2 മില്ലി, ഞാൻ 1 മില്ലി എഴുതാൻ കാരണം അധികമായി പോയാൽ ഇലയൊക്കെ പൊള്ളും. നമ്മൾ ഇലയിലാണ് തളിക്കുന്നത്, അപ്പൊ പൊള്ളി പാട് വരും, പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പരമാവധി 1-2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയില് തളിച്ചു കൊടുക്കും. അടുത്തത് ജീവാമൃതം. ഇതാണ് സുഭാഷ് പലേക്കറിന്റെ പ്രകൃതി കൃഷിയിൽ വരുന്നത്. അപ്പൊ ചാണകം അതിലേക്ക് 10 കിലോ, ഗോമൂത്രം 10 ലിറ്റർ, പിന്നെ ചെറുപയർ അല്ലെങ്കിൽ മുതിര മുളപ്പിച്ചരച്ചത് അപ്പൊ 2 കിലോ എടുത്തിട്ട് നമ്മൾ സാധാരണ പയറൊക്കെ മുളപ്പിക്കില്ല, അതേപോലെ വെള്ളത്തിൽ കുതിർത്തിട്ട് തുണിയിൽ കെട്ടിവെച്ചാൽ മുളയ്ക്കും. എന്നിട്ട് നമുക്കത് മിക്സിയിൽ വെച്ച് അരയ്ക്കാം. പിന്നെ നമ്മുടെ കൃഷി ചെയ്യണ സ്ഥലത്തെ മണ്ണ്, അത് നമ്മൾ ഈ രാസവളം അല്ലെങ്കിൽ മറ്റേ വളമൊക്കെ ഇട്ട സ്ഥലത്ത് നിന്ന് എടുക്കരുത്, വേലിയുടെ അടുത്തുനിന്ന്. അതായത് നമ്മൾ ഒരിക്കലും ശല്യപ്പെടുത്താതെ നാച്ചുറൽ ആയിട്ട് കിടക്കണം അവിടെ നിന്നുള്ള മണ്ണ്. കാരണം അവിടെയാണ് സൂക്ഷ്മജീവികള് ആ കണ്ടീഷനിലുള്ളത് പെരുകുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് ഈ മണ്ണെടുക്കുന്നത്. പിന്നെ ശർക്കര അല്ലെങ്കിൽ തേങ്ങ വെള്ളം, ഇത്രയാണ്. ഇത് 200 ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് 1 ഏക്കറിൽ നമുക്ക് ഏതാണ്ട് മരുന്നടിക്കണമെങ്കിൽ 200 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പൊ അതിലേക്കുള്ള അളവിലേക്കാണ് ഈ ജീവാമൃതം ഇത് പറയുന്നത്. 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, പിന്നെ ചെറുപയറ്, പിന്നെ മണ്ണ് അല്ലെങ്കിൽ ശർക്കര. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാൻ. സാധാരണ സുഭാഷ് പലേക്കർ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം, 10 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ നമ്മളിവിടെ കാർഷിക സർവകലാശാലയിൽ നടന്ന പരീക്ഷണത്തിൽ കണ്ടത് ഒരു 3 മാസം എടുത്തു വെച്ച ഇതില് ആണ് ഏറ്റവും കൂടുതൽ ഗുണം കണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 5 മാസം. അതുപോലെ പഞ്ചഗവ്യ അതെ, ഒരു 6 മാസം വരെ, ഞങ്ങൾ 6 മാസം വരെ നോക്കിയിട്ടുള്ളൂ. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാലും അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. കാരണം ഈ മീൻ ശർക്കര മിശ്രിതമൊക്കെ പലരും 3 വർഷം വരെ അതേപോലെ എടുത്തു വെക്കേണ്ടതെന്നാ പറഞ്ഞത്. ആവശ്യമാകുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ആ ഒരു 5-6 മാസം വരെ, കാരണം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടാണ്. അതാണ് ഈ കെമിക്കലിൽ നിന്ന് തമ്മിലുള്ള വ്യത്യാസം. ഇതാകുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു, വെള്ളം ചേർത്തു, സ്പ്രേ ചെയ്തു. ഇതല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയോട് ഇണങ്ങുന്നതുമാണ്, അതേസമയം നമുക്ക് അത്യാവശ്യം നല്ല വിളവും തരും, വിഷമില്ലാത്ത ഇതും തരും. അതുപോലെ മുട്ട ശർക്കര മിശ്രിതത്തില് 10 കോഴിമുട്ട തോടടക്കം എടുത്തിട്ട് അതിന്റെ മീതെ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. അതായത് അത് മുങ്ങുന്നത്ര ചെറുനാരങ്ങ നീര് ഒഴിക്കണം. അതായത് കാരണം
അതിന്റെ ആ തോട് അലിഞ്ഞു പോകാനാണ് ഈ ചെറുനാരങ്ങയിലെ സിട്രിക് ആസിഡ് അതിന് സഹായിക്കും. അപ്പൊ ഇതും എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. അപ്പൊ ഈ 10 കോഴിമുട്ട മുങ്ങുന്നത്ര ചെറുനാരങ്ങ നീര് 10 ദിവസം വെക്കുക. 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഈ മുട്ടത്തോട് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അതിലേക്ക് 250 ഗ്രാം ശർക്കര ചേർക്കും. എന്നിട്ട് വീണ്ടും ഒരു 10 ദിവസം കൂടെ അത് അടച്ചു വയ്ക്കുക. അങ്ങനെ അപ്പൊ ടോട്ടല് 20 ദിവസം അല്ലെങ്കിൽ 3 ആഴ്ച. എന്നിട്ട് അതിന്ന് നേരത്തെ ഫിഷ് അമിനോ പറഞ്ഞ പോലെ തന്നെ 1-2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഞങ്ങൾ ഈ എഗ് അമിനോ ആസിഡ് അല്ലെങ്കിൽ മുട്ട ശർക്കര മിശ്രിതം ഇവിടെ ഓർക്കിഡുകളിൽ തളിക്കാറുണ്ട്. ഇതിനൊരു ചീത്ത മണം തന്നെയാണ്, പഞ്ചഗവ്യം പോലെ അത്ര നല്ല മണമൊന്നുമല്ല. പക്ഷെ ഓർക്കിഡുകൾ നന്നായി പൂക്കളുണ്ട് ഇത് തളിക്കുമ്പോൾ. അപ്പൊ അത് അതിനകത്ത് ഞാൻ ഓർക്കിഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. പച്ചക്കറികളിലും എല്ലാത്തിലും തളിച്ചു കൊടുക്കാം, പഴവർഗ്ഗങ്ങളിലും ഒക്കെ. നമുക്ക് ഇതിലെല്ലാത്തിനും നല്ല ഇഫക്റ്റ് കിട്ടും, ഈ മുട്ട ശർക്കരയാവട്ടെ മീൻ ശർക്കരയാവട്ടെ. അടുത്തത് EM ലൈൻ. ഇതും നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതിന് പകരം നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് മത്തങ്ങ, പപ്പായ, പാളയംകോടൻ പഴം ഇതെല്ലാം തൊലി അടക്കം 3 കിലോ വീതം. അപ്പൊ നമ്മളിപ്പോ അത് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊന്നും വേണ്ട, അവർ ഉപേക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് ഇത്തിരി കേടൊക്കെ വന്ന പോലത്തെ അതെടുത്തോണ്ട് വന്നാലും മതി. എന്നിട്ട് തൊലി അടക്കം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അരയ്ക്കാം. എന്നിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് 1 കിലോ ശർക്കര പൊടിച്ചതും 1 കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക. 10 ലിറ്റർ വെള്ളം അതിലേക്ക് ചേർക്കാം. ഈ മുട്ട നാടൻ കോഴിമുട്ടയാണെങ്കിൽ നല്ലത്, അപ്പൊ നമുക്ക് ഉള്ളതനുസരിച്ച്. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കുക. പക്ഷെ ഇത് പിന്നെ എല്ലാ ദിവസവും ഇളക്കണ്ട. നമ്മൾ ജീവാമൃതവും പഞ്ചഗവ്യം എല്ലാ ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ഇളക്കാൻ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കണ്ട. നമ്മൾ കടുമാങ്ങയുടെ ഭരണി തുണി കൊണ്ട് കെട്ടി വെക്കണ പോലെ കെട്ടി വെക്കാം. നമ്മൾ സാധാരണ പണ്ടൊക്കെ കടുമാങ്ങ ഉണ്ടാക്കി തുറക്കുമ്പോൾ അതിന്റെ മീതെ ഒരു വെളുത്ത പാട കാണാം, അതൊരു പൂപ്പല് ഫംഗസ് ആണ്. അതുപോലെ ഇതിലും വരും 3 ആഴ്ച കഴിയുമ്പോൾ. അപ്പൊ നമുക്കത് നമ്മൾ ഉണ്ടാക്കിയത് റെഡി ചെയ്യുന്നതാണ് അർത്ഥം. അത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അതെടുത്തിട്ട് മറ്റേ ചകിരിച്ചോറോ അല്ലെങ്കിൽ അറക്കപ്പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലത്തെ അടുക്കള വേസ്റ്റിന്റെ മീതെ വിതറി കൊടുത്താല് അത് 1 മാസം കൊണ്ട് 1 തരം കമ്പോസ്റ്റ് ആയി മാറും. അല്ലെങ്കിൽ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പഞ്ചഗവ്യം ജീവാമൃതൊക്കെ പോലെ ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് പലരും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, വേപ്പമിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതിന്റെ മിശ്രിതം ഇതുപോലെ ചിലർ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. നമുക്ക് അത് ഇലകളിലും തളിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു റേഷ്യോ, ഇതൊരു സ്ഥലത്ത് നിന്ന് കൃഷിക്കാരൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ എഴുതി വെച്ചതാണ്. വേപ്പമിണ്ണാക്ക് കടലപ്പിണ്ണാക്കൊക്കെ 10 കിലോ വീതം 75 ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതുപോലെ അതിലേക്ക് ചാണകം ചേർക്കാം, ഗോമൂത്രം ചേർക്കാം, കഞ്ഞിവെള്ളം ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഇതുപോലെ ഒരു 10-20 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിന്ന് 1 ലിറ്റർ എടുത്ത് 4 ലിറ്റർ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ ജൈവ കൃഷിയിൽ. അപ്പൊ നമ്മള് വളങ്ങള്, ജൈവ വളങ്ങൾ തന്നെ പലതരം ജൈവവളങ്ങളെ പറ്റി പറഞ്ഞു, അതൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. പ്ലസ് ദ്രാവക ജൈവവളങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ അത് 2 തരത്തിൽ പറ്റും. ചെടിയുടെ വളർച്ച കൂട്ടാനും പറ്റും, കീടരോഗങ്ങളെ അകറ്റാനും പറ്റും. ഇനി ഓരോന്നും പെട്ടെന്ന് നോക്കി പോവാം. അതായത് ഇപ്പൊ തെങ്ങിനാണെങ്കിൽ നമ്മൾ സാധാരണ പറയും 50 കിലോ ജൈവവളം മാത്രം പറയും, പിന്നെ രാസവളമാണ് പറയാറ്. പക്ഷെ അതിന് പകരം നമ്മൾ ജൈവ രീതിയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കയ്യിൽ പശു ഉണ്ടെന്ന് വിചാരിച്ച് ചാണകം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള കൃഷി ചെയ്യരുത്. അപ്പൊ നമ്മൾ കുറച്ച് ചാണകം, കുറച്ച് കോഴിക്കാഷ്ടം, കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പച്ചില വളങ്ങള് മാക്സിമം ഞാൻ നേരത്തെ കാണിച്ച ഡേഞ്ച അല്ലെങ്കിൽ പയറൊക്കെ വെറുതെ വിതച്ചിട്ട് കൊടുത്താൽ മതി. 10-15 കിലോ ജൈവവളം നമുക്ക് അതിന് കിട്ടിക്കോളും. പിന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, ചാരം ഉണ്ടെങ്കിൽ 5 മുതൽ 10 കിലോ വരെ. അല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇടുകയാണെങ്കിൽ നല്ലതാണ്. നേരത്തെ പറഞ്ഞ അസോള. പിന്നെ ഇപ്പൊ ഒരു കളയുണ്ട് ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞിട്ട്, അതില് ധാരാളം പൊട്ടാസ്യം അടങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കളകളെ കൊണ്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചെടിക്ക് വേണ്ട കുറെ മൂലകങ്ങള് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ ഒരു 50 കിലോ വരുന്ന രീതിയിൽ നമുക്ക് ഏതാണോ ചെലവ് കുറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് കിട്ടണമായിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൂക്ഷ്മ ജീവാണു വളങ്ങള്, അത് വെള്ളായണി കാർഷിക കോളേജിൽ PGPR മിക്സ് 1 എന്ന് പറയും. അത് ഒരു തെങ്ങിന് 200 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. ഈ ജീവാണുവളം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇപ്പൊ നമ്മൾ ഈ തെങ്ങിനൊക്കെ ആകുമ്പോൾ നമ്മള് തടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ വിത്ത് മുക്കി വെക്കുമ്പോൾ പച്ചക്കറി അല്ലെങ്കിൽ പൂക്കളുടെ ഒക്കെ ആണെങ്കിൽ വിത്ത്
നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ തൈകൾ പറിച്ചു നടുമ്പോൾ തൈ ഇറക്കി വെക്കാം. ഇവിടെ നമ്മൾ തെങ്ങിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളത് 1 കിലോ ജീവാണുവളം 25 കിലോ ജൈവവളമായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിയുന്നതും കോഴിക്കാഷ്ടം പോലെ ചൂട് കൂടിയ വളങ്ങളായിട്ട് മിക്സ് ചെയ്യരുത്. ഒന്നുകിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ജീവാമൃതം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ജീവാമൃതം തടത്തിൽ ഒഴിച്ചു കഴിയുമ്പോഴാണോ ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിന്റെ pH കൂട്ടും, അതായത് പുളിരസം കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ജീവാമൃതം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ജീവാമൃതം ഒഴിച്ചു കഴിഞ്ഞാൽ വെറുതെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് പൊതയിട്ട് കൊടുക്കണം. കാരണം ആ മണ്ണിൽ നനവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പൊതയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കുക. കുമ്മായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മണ്ണിന്റെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. എന്നാലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോ കുമ്മായം അല്ലെങ്കിൽ 1/2 കിലോ ഡോളമൈറ്റ് ആണ് നമ്മൾ ഒരു തെങ്ങിന് പറയുന്നത്. പിന്നെ നമുക്ക് തെങ്ങിന് ഈ കൊമ്പൻ ജെല്ലി പോലത്തെ കീടങ്ങളാണ് വരിക. പൊതുവെ ഇത് ചാണകക്കുഴിയിലാണ് മുട്ടയിടുക. അപ്പൊ അതുകൊണ്ട് ഈ ചാണകക്കുഴിയിൽ മരുന്നിട്ടാക്കേണ്ട ഒരു പരിധി വരെ തെങ്ങിന് വരിക. അപ്പൊ നമ്മള് ഒന്ന് ചെയ്യാവുന്നത് ചാണകക്കുഴിയിൽ മെറ്റാറൈസിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഈ ചാണകക്കുഴികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നമ്മള് ഓരോ തെങ്ങിന്റെയും കൊരലില് തെങ്ങിന്റെ ഓല വരണ ആ ഗ്യാപ്പില് മണ്ണും വേപ്പിന്റെ കുരു പൊടിച്ചതോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ ആയിട്ട് മിക്സ് ചെയ്തിട്ടും ഇട്ടു കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ എപ്പോഴും നമ്മള് തെങ്ങ് വൃത്തിയാക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്ഥിരം തെങ്ങ് വൃത്തിയാക്കും. ഇപ്പൊ പലപ്പോഴും തെങ്ങ് കയറുന്ന ആൾക്കാര് തെങ്ങ് വൃത്തിയാക്കില്ലേ, വേഗം നാളികേരിട്ട് ഇറങ്ങുക ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ വരണത്. അപ്പൊ എപ്പോഴും തെങ്ങ് നല്ല വൃത്തിയാക്കി വെക്കുക. അതൊക്കെ നമുക്ക് തിരിച്ച് തെങ്ങിന് തന്നെ വളമാക്കി കൊടുക്കാം. കാരണം പട്ടയും കൊതുമ്പ് കോഞ്ഞാട്ട എന്നൊക്കെ പറയില്ലേ, ഇതെല്ലാം നമുക്ക് തെങ്ങിന്റെ തടത്തിലിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മെല്ലെ അലിഞ്ഞിട്ട് തെങ്ങിന് വളമായിക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇടവിളകൾ കൃഷി ചെയ്യാം. പിന്നെ നമ്മുടെ ഫീൽഡ് എപ്പോഴും നമ്മുടെ പറമ്പൊക്കെ എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കുക. അപ്പൊ അതിനീ പറഞ്ഞ പോലെ ബ്രഷ് കട്ടർ ചെലവാണെന്ന് നോക്കണ്ട. കാരണം അത് വീണ്ടും മണ്ണില് വളമായിട്ട് ചേരും, കളകളൊക്കെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ജൈവവളത്തോടൊപ്പം ചേർക്കാവുന്ന ഈ മണ്ണിൽ കൂടെ പകരുന്ന ഈ ചീച്ചില്, ഈ തെങ്ങിന് അത്ര കാര്യമായിട്ടില്ല, എന്നാലും നമുക്ക് ട്രൈക്കോഡർമ പറഞ്ഞിട്ടൊരു ഫംഗസ് ഉണ്ട്. അതും നമുക്ക് ജൈവവളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ സാധാരണ പിന്നെ വരണത് എന്താ വെച്ചാൽ ഈ ഓലേമ കരിച്ചില് പോലെ വരും, ചില ഫംഗൽ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ പറയാറ് സാധാരണ മഴക്കാലം തുടങ്ങുമ്പോഴും മഴക്കാലം അവസാനിപ്പിക്കുമ്പോഴും ബോഡോ മിശ്രിതം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, തുരിശും കുമ്മായും കൂടെ ശരിയായ രീതിയിൽ മിക്സ് ചെയ്യണം. കണക്കുണ്ട്, ടീച്ചർമാർ പറഞ്ഞു തരും ചിലപ്പോ. അപ്പൊ അത് ബോഡോ മിശ്രിതം എന്ന് പറയും. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്യൂഡോമോണാസ് നമ്മള് ഇലകളിൽ തളിച്ചു കൊടുക്കും. ഇത്രയൊക്കെയാണ് തെങ്ങിനെ പറ്റി പറയുമ്പോൾ ജൈവ രീതിയിൽ പരിപാലിക്കാൻ പറ്റുന്നത്. അടുത്തത് വാഴ നോക്കാം. വാഴയ്ക്കും ഈ പറഞ്ഞ പോലെ ഒരു കുഴിയിൽ ഏതാണ്ട് ഒരു 1/2 കിലോ വരെ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വാഴയ്ക്ക് സാധാരണ ജൈവവളം ഏതാണ്ട് ഒരു 15 കിലോ വരെയാണ് ജൈവവളം പറയുന്നത്. പിന്നെ രാസവളം. അപ്പൊ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 10-15 കിലോ പച്ചില വളങ്ങൾ ഇടാം, മണ്ണിര കമ്പോസ്റ്റ് ഇടാം. പിന്നെ നമ്മളിപ്പോ രാസവളം ഇടുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും വളമിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അതിന് പകരം ഇവിടെ ഓരോ മാസവും നമ്മള് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് വേരിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ്. അപ്പൊ എപ്പോഴും ഫോസ്ഫറസ് അടിവളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നേരെ വെച്ച് നൈട്രജൻ ആദ്യത്തെ വളർച്ചയ്ക്കാണ് കൂടുതൽ. പൊട്ടാസ്യം കായാവുമ്പോഴേക്കും അല്ലെങ്കിൽ പൂവാകുമ്പോഴേക്കുമാണ് കൊടുക്കുക. വാഴയുടെ കേസിലാണെങ്കിൽ കൊല വരുമ്പോഴേക്കും പൊട്ടാസ്യം. അപ്പൊ ആദ്യം തൊട്ടേ കുറേശ്ശെ കൊടുത്തിട്ട് കൊല വരുന്ന സമയത്ത് പൊട്ടാസ്യം കൂടുതൽ വരും. അപ്പൊ അതിനനുസരിച്ച് ഇതൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം പ്ലസ് അതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്, ചാരം, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ PGPR സൂക്ഷ്മ ജീവാണു വളങ്ങള് ഒരു വാഴയ്ക്ക് 100 ഗ്രാം വരെ കൊടുക്കാം. പിന്നെ സൂക്ഷ്മ ജീവാണു വളങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ 25 കിലോ ജൈവവളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കൊടുക്കുമ്പോൾ കൊടുക്കാം. അപ്പൊ ഒരു വാഴയ്ക്ക് കൊല വരണ വരെ നമ്മൾ വളടാറുണ്ട്. അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്ത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തടത്തിൽ തന്നെ ഈ ഡെയിഞ്ച, ചണമ്പ് പോലെയുള്ള അല്ലെങ്കിൽ പയറ് തടത്തിലും ഇടയിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമുക്ക് അതിനെ തിരിച്ച് മണ്ണിലേക്ക് തന്നെ ചേർത്ത്
വളമാക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് വാഴയുടെ തടത്തിൽ തന്നെ കമ്പോസ്റ്റിംഗ് ചെയ്യാം. അതിൽ തന്നെ വേണമെങ്കിൽ ഈ മണ്ണിര ഇട്ട് കൊടുത്തിട്ട് പൊതയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണിര അതിലുള്ള അവശിഷ്ടങ്ങളെ തിന്നിട്ട് അതിനെയാണ് പറയാ ഇൻ സിറ്റു കമ്പോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് തടത്തിൽ തന്നെ കമ്പോസ്റ്റിംഗ്. തെങ്ങിലൊക്കെ അത് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാം. വാഴയിലൊക്കെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉരച്ച് മൂടുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് മൂടുമ്പോ ചിലപ്പോൾ ഇതൊക്കെ വെയിലൊക്കെ കൊണ്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്കത് പറ്റാവുന്ന സ്ഥലത്ത് തെങ്ങ് അല്ലെങ്കിൽ വാഴ അല്ലെങ്കിൽ ജാതി എവിടെയാണ് വെച്ചാല് എവിടെയൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്കത് ചെയ്തു കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടെയും നമ്മള് നമ്മുടെ ഇത് വൃത്തിയാക്കി വെക്കണം. അതായത് സ്യൂഡോസ്റ്റം വീവൾ എന്ന് പറയും, വാഴയുടെ പിണ്ടിപ്പുഴു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പൊ അത് ഒന്ന് നമ്മുടെ വാഴ തോട്ടം വൃത്തിയാക്കി വെക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഓരോ കൊരലും അതൊരു കൃഷിക്കാർ തന്നെ പറഞ്ഞ എന്താണ് ഉലുവ പൊടിച്ചിട്ട് ഇതുപോലെ ഓരോ വാഴപ്പോളയുടെ ഇടയിൽ ഇട്ട് കൊടുക്കുക. അത് 2 മാസമാകുമ്പോ 4 മാസമാകുമ്പോ 6 മാസമാകുമ്പോ വേറൊരു കൃഷിക്കാരൻ പറഞ്ഞു ഉലുവയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട്. ഞങ്ങളിത് ഇവിടെ ചെയ്തു നോക്കി, നല്ല ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതും കൂടാതെ നമുക്ക് ഈ പിണ്ടിയുമൊക്കെ ഇത് വേപ്പെണ്ണ വെളുത്തുള്ളിയൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും ഇത് വന്നിങ്ങനെ തുളച്ച് മുട്ടയിട്ടിട്ട് പിന്നെ അത് പുഴുവായിട്ട് അതിന്നൊരു വെള്ളം ഒലിച്ചു വരുമ്പോഴാണ് നമ്മൾ അറിയാം. അപ്പൊ അത് ശ്രദ്ധിക്കുക കൂടുതലും. അതുപോലെ ഇലപ്പൊട്ട് അങ്ങനത്തെ അസുഖം വരുമ്പോൾ ഈ സ്യൂഡോമോണാസ് പോലെയുള്ള മരുന്നുകൾ തളിക്കണം. പിന്നെ അതുപോലെ ബ്യൂവേറിയ, ഈ പൊതുവെ നീരൂറ്റി കുടിക്കുന്ന പ്രാണി അല്ലെങ്കിൽ പുഴുവിനൊക്കെ ബ്യൂവേറിയ വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കവറിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടാവും. എന്നാലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചു കൊടുക്കും. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഞാൻ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോൾ 2 ഗുണമാണ്. ഒന്ന് വളമായിട്ടും 2 കീടങ്ങളെ അകറ്റാനും. കാരണം ഈ വേപ്പെണ്ണയുടെ ഒരു മണം ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെ അകറ്റാൻ പറ്റും. അതുപോലെ ഇതിനും ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കാം, ഞാൻ ഈ പറഞ്ഞ. അതുപോലെ ഈ നിമറ്റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വാഴയുടെ ഇതിനെ അഫക്ട് ചെയ്യണതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഈ ചെണ്ടുമല്ലി പോലെയുള്ള ചെടികൾ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഈ ഇതിനെ അകറ്റുകയും ചെയ്യാം. ചെണ്ടുമല്ലിയുടെ പൂവ് പ്രത്യേകിച്ച് ഓണ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ അതുപോലെ മറ്റുള്ള ഞാൻ പൊതുവെ കോമൺ ആയിട്ടാണ് പറയണത്, കാരണം എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് കുമ്മായിടുക തന്നെയാണ്. അത് മണ്ണിന്റെ പുളിരസം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു 1/4 കിലോ മുതൽ 1/2 കിലോ വരെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞ വിസർജ്യങ്ങള് എല്ലാം. അപ്പൊ നമ്മൾ ഈ സാധാരണ മറ്റേ മാവ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ചെടികൾ വെക്കുമ്പോ 1/2 മീറ്റർ നീളവും വീതിയും താഴ്ചയുള്ള കുഴിയാണ് എടുക്കുക. അപ്പൊ അതിന് ഒരു 10-15 കിലോ വരെ ജൈവവളങ്ങള് 30 കിലോ വരെ ഇടാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പച്ചില വളങ്ങൾ തന്നെ 10-15 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, പിന്നെ ഈ PGPR മിക്സ് ഒന്ന് ഒരു 100 ഗ്രാം വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഒരു 1 കിലോ കടലപ്പിണ്ണാക്ക്, പിന്നെ ചാരുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചകിരിച്ചോറ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ അസോള അങ്ങനെ ഏതെങ്കിലും നമുക്ക് പൊട്ടാസ്യം കിട്ടാവുന്ന കളകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഈ സൂക്ഷ്മ ജീവാണുവളങ്ങൾ ഉപയോഗിക്കാം. അസോസ്പൈറിലം, പയർവർഗത്തിന് മാത്രമാണ് റൈസോബിയം, ബാക്കി എല്ലാത്തിനും, അല്ലെങ്കിൽ PGPR അത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ രാജ്ഫോസ് അല്ലെങ്കിൽ മറ്റേ എല്ലുപൊടി, ഇതൊക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് കുറേശ്ശെ ചെടി വളരുന്ന അനുസരിച്ച് നമുക്കറിയാം, വളർച്ച അല്ലേ, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിത് കുറേശ്ശെ ഇട്ട് കൊടുത്തു. പിന്നെ ജീവാമൃതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവാമൃതം എല്ലാത്തിനെയും തടത്തിൽ ഒഴിച്ചു കൊടുക്കാം, ഇലയിലും തളിച്ചു കൊടുക്കാം. രണ്ടും പറ്റും നമുക്ക്. പറ്റുമ്പോ തടത്തിൽ ഒഴിച്ചും കൊടുക്കുക, പ്ലസ് ഇലകളിൽ തളിച്ചു കൊടുക്കുക. പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, ഇതൊക്കെ എല്ലാത്തിനും ജനറൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ കീടങ്ങൾ വരാതിരിക്കാനും നേരത്തെ പറഞ്ഞ ബ്യൂവേറിയ, പിന്നെ ലെക്കാനിസീലിയം എന്ന് പറഞ്ഞിട്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കുള്ള ഒരു ഫംഗസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ. ഇനി പച്ചക്കറികളിലും ആവട്ടെ, ഞാൻ അങ്ങനെ കൂടുതൽ വിസ്തരിക്കില്ല, കാരണം ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. കൊടുക്കേണ്ട അളവിന് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ചിലത് നമുക്ക് കുഴിയെടുക്കേണ്ടതാവും, ചിലത് ചാലെടുക്കേണ്ടതാവും. അതിനനുസരിച്ചൊക്കെ നമ്മൾ മാറി മാറി ഓരോന്നിട്ട് കൊടുക്കുക. പിന്നെ കുറേയൊക്കെ സാധനങ്ങളൊക്കെ ഇതിന് പൊതുവായിട്ട് തന്നെയാണ് നമ്മൾ ചേർക്കേണ്ടത്. പച്ചക്കറികൾക്ക് പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാല് കായകളിലൊക്കെ
ഇങ്ങനെ തുള വന്നിട്ട് നശിച്ചു പോകും അല്ലെ, ഫ്രൂട്ട് ഫ്ലൈ എന്നാ പറയാം, കായീച്ചകൾ. അതിന് നമുക്ക് ഫിറോമോൺ ട്രാപ്പ് എന്ന് പറയും. അതായത് ഒരു ആൺപ്രാണിയെ ആകർഷിക്കാൻ പറ്റിയ ഒരു ട്രാപ്പ് വയ്ക്കുകയാണ്. അപ്പൊ അവിടെ ആൺപ്രാണികൾ വന്ന് അതില് നശിച്ചു കഴിഞ്ഞാല് പിന്നെ അടുത്ത തലമുറ ഇല്ലാതെ നമുക്ക് അങ്ങനെ ആ വിളയെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ ജൈവ കീടനാശിനികൾ കുറെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആര്യവേപ്പിന്റെ ഇല, തുളസിയുടെ ഇല, പിന്നെ അതുപോലെ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ആട് കടിക്കാത്ത ഇല. ആട് തിന്നാത്ത എന്താ കാരണം? അതിലെന്തോ ചെറിയ, ഇപ്പൊ കപ്പയുടെ ഇല കൊണ്ടല്ലേ നന്മ മേന്മ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. CTCRI ചില കീടനാശിനികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ പല ഇതിലും ഈ ഉമ്മത്ത് അല്ലെങ്കിൽ കാഞ്ഞിരം അതിനൊക്കെ ഒരു പ്രത്യേക ഇതുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇലകള് അല്ലെങ്കിൽ കായ ഇതൊക്കെ എടുത്തിട്ട്, ഇതൊക്കെ ശരിക്കും ചില നാട്ടറിവുകളാണ്. പണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു, അതിനെയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നമുക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. അപ്പൊ ഇത് ഗോമൂത്രത്തിൽ അതുപോലെ കായം അല്ലെങ്കിൽ മറ്റേ കാന്താരി മുളക്, പിന്നെ മോര്, പുളിച്ച മോര് ഒന്നാം തരം കീടനാശിനിയാണ്. അതായത് മീലി ബഗ് എന്ന് പറഞ്ഞിട്ടൊരു വെളുത്ത പൊടി പോലുള്ള പ്രാണികള് പല പച്ചക്കറിയിലും ഫലവൃക്ഷങ്ങളിലും ഒക്കെ വന്നിട്ട് വളരെ ശല്യമാണ്. അതിന് നല്ലതാണ് ഈ പുളിച്ച മോര്. അതുപോലെ KVK കൊല്ലത്തു നിന്നുള്ള ഒരു ഇതാണ് പാൽക്കായവും കാന്താരി മുളകും ഗോമൂത്രവും കൂടെ നീരൂറ്റി കുടിക്കണ പ്രാണികൾക്ക്. അങ്ങനെ പല പല ഇതും ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നൊരു സ്ഥലത്ത് ഇത് ചെയ്തു കഴിഞ്ഞാല് നമുക്കിത് കീടരോഗങ്ങളെ അകറ്റാൻ പറ്റും. അതുപോലെ ബോഡോമിസ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയണില്ല. പിന്നെ സ്പൈസസ്, അതായത് നമ്മുടെ സുഗന്ധ വിളകൾ, അതിലൊക്കെ തന്നെ ഏതാണ്ട് ഇതേപോലെ തന്നെ നമ്മള് ചാണകം, കമ്പോസ്റ്റ്, വേപ്പമിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഇത്, പിന്നെ ഈ ദ്രാവക ജൈവവളങ്ങൾ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ രോഗങ്ങൾ വരാതിരിക്കാം. പ്രത്യേകിച്ച് ഈ കുരുമുളകിനൊക്കെ വാട്ടം വരും. അപ്പൊ നമ്മുടെ മണ്ണില് ട്രൈക്കോഡർമ, നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്കോഡർമയുടെ കവറിലുണ്ടാവും 1 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടി, 10 കിലോ വേപ്പമിണ്ണാക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കടക്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇഞ്ചി, മഞ്ഞള്, ഇതിനൊക്കെ കുറെ ഫംഗസ് അസുഖങ്ങൾ ഉള്ളതിനൊക്കെ നമുക്ക് ഈ ട്രൈക്കോഡർമ വളരെ ഫലപ്രദമാണ്. പച്ചക്കറിക്കും ഫലപ്രദമാണ്. അപ്പൊ അത് താഴെ ഇട്ടും കൊടുക്കുക. സൂഡോമോണാസ് ഇലകളിൽ അടിച്ചും കൊടുക്കുക. ഈ സൂഡോമോണാസിന്റെ ഇഫക്റ്റ് കൂട്ടാൻ ഒരു കാര്യം കൂടെ പറയാം. 1 ലിറ്റർ വെള്ളത്തില് നമുക്കൊരു 10 ഗ്രാം സൂഡോമോണാസ് എടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചാണകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 10 മില്ലി തേങ്ങാവെള്ളം, നമ്മളെല്ലാ ദിവസവും മിക്കവാറും നാളികേരം ഉടയ്ക്കും. അപ്പൊ ആ തേങ്ങാവെള്ളം കൂടെ എടുത്ത് വെക്കുക. എന്നിട്ട് കലക്കിയിട്ട് 4 മണിക്കൂർ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പൊ ഒരു ഗുണം, ശരിക്കും നമ്മൾ പൊതുവെ 20 ഗ്രാമാണ് സുഡോമോണാസ് റെക്കമെൻഡേഷൻ. പക്ഷെ നല്ല നമ്മുടെ നല്ല സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല കൗണ്ട് ഇതിന്റെ സുഡോമോണാസ് ഉണ്ടെങ്കിൽ 10 ഗ്രാം ആയാലും മതി. അത് നമ്മളിവിടെ 5 ഗ്രാം ആക്കി, കാരണം 1 ലിറ്റർ വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കും. അപ്പോ ഇത് നമ്മുടെ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പെത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളും ഇവിടെ ഇപ്പോ ഈ സെൻട്രൽ നഴ്സറിയിൽ ഒരുവിധം എല്ലാം സുഡോമോണാസ് അടിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അളവും കുറഞ്ഞു മതി, അതിന്റെ ഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ വേപ്പെണ്ണ, വെളുത്തുള്ളി, നമുക്കറിയാം ഈ പല ഈ സുഗന്ധദ്രവ്യങ്ങളിലും ഇതുപോലുള്ള നീരൂറ്റി കുടിക്കണ പ്രാണികൾ കാണും. പിന്നെ കെയിൽസ് എന്ന് പറയും, കുറച്ച് കട്ടിയുള്ള അങ്ങനെ ഇലയെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കാണും. അപ്പൊ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൃഷിസ്ഥലം വൃത്തിയാക്കി ഇടുക. പിന്നെ വേപ്പെണ്ണ, വെളുത്തുള്ളി. നമ്മൾ ഈ ജൈവത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കീടരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വരാതിരിക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടൈം ടേബിൾ പോലെ സ്കെഡ്യൂൾ ആയിട്ടിട്ട് നമ്മൾ ഇതിന് മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൊതയിട്ട് കൊടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് എല്ലാത്തിനും ഒരുപോലെ പൊതുവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പിന്നെ മൈക്കോറൈസ, നേരത്തെ സൂക്ഷ്മ ജീവാണുവളം പറഞ്ഞപ്പോ അതിന്റെ കാര്യം പറയാൻ മറന്നുപോയി. മൈക്കോറൈസയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് മണ്ണിലുള്ള ഫോസ്ഫറസിനെ, സാധാരണ നമുക്കറിയാം വേരിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമേ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൈക്കോറൈസയുടെ ഒരു ഗുണം, മൈക്കോറൈസയ്ക്ക് വേര് പോലെയുള്ള തന്തുക്കളുണ്ട്. ഈ ഫോസ്ഫറസിനെ കുറച്ച് ദൂരേന്ന് വരെ, ചെടിയുടെ ദൂരേന്ന് വരെ കൊണ്ടുവന്ന് ചെടിയുടെ വേരിൽ കൊണ്ടുവന്ന് വെച്ച് അതിന് ആക്കി കൊടുക്കും. മാത്രല്ല ഈ മൈക്കോറൈസ ഇട്ട ചെടികളുടെ വേരുകൾക്ക് നല്ല വളർച്ചയുണ്ടാവും. നമുക്കിവിടെ അനുഭവം ഉള്ളതാണ്. അതായത് വേരുകൾ പെട്ടെന്ന് നന്നായിട്ട് വ്യാപിച്ചു വളരും. അപ്പൊ വേര് നന്നായി വളർന്നാൽ തന്നെ ചെടിക്ക് ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്ത് ചെടിയുടെ വളർച്ച ഉത്തേജിപ്പിക്കാൻ പറ്റും.
മാത്രല്ല ഈ ഏലത്തിനൊക്കെ അഴുകൽ പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അതെങ്ങനെ കട ചീഞ്ഞു പോവാ അങ്ങനത്തെ. അതിന് മൈക്കോറൈസിൻ ഈ ട്രൈക്കോഡർമ, അത് ഏലത്തിനെന്ന് മാത്രല്ല കട ചീച്ചിലിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് മൈക്കോറൈസിൻ ട്രൈക്കോഡർമയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ മറ്റുള്ള അസുഖങ്ങൾക്ക് ബോഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി പൊതുവായിട്ട് കുറച്ച് കീടരോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് നോക്കാനുള്ളത്, കാരണം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കെമിക്കൽ അടിക്കണ പോലെ അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചില ഇനങ്ങള്, ചില വിത്തിനങ്ങൾക്ക് ചില കീടരോഗങ്ങളോട് പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെയുള്ള വിത്തുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നാടൻ വിത്തുകൾ അല്ലെ, ഹൈബ്രിഡുകൾക്കാണ് കൂടുതൽ പ്രശ്നം. അപ്പൊ ഈ നാടനിൽ തന്നെ നല്ല വിത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്ക് രോഗകീടങ്ങൾ വരില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിസ്ഥലം ക്ലീൻ ആക്കിയിടാം. അതായത് ഈ പലതിന്റെയും കളകളിലാണ് കീടരോഗങ്ങൾ. ഇപ്പൊ നെല്ലെന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 3-ാം വിള നമ്മൾ പച്ചക്കറി ഇടുകയാണെങ്കിൽ ഈ വരമ്പിലൊക്കെ ചില നെല്ലോ അല്ലെങ്കിൽ പുല്ലിന്റെ ഇത് വളർച്ചയുണ്ടെങ്കിൽ ഈ നെല്ലിലെ കീടങ്ങൾ ആ പുല്ലിലോ അല്ലെങ്കിൽ മറ്റുള്ള കളകളിലോ വളർന്നിട്ട് അടുത്ത സീസൺ നെല്ല് വരുന്നവരെ അവർ പിടിച്ചു നിൽക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും നമ്മുടെ കൃഷിസ്ഥലം നീറ്റാക്കി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കളകൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ കീടരോഗങ്ങളെ നിയന്ത്രിക്കാം. പിന്നെ പലപ്പോഴും കാർഷിക സർവകലാശാലയിൽ നമ്മൾ പറയും നിങ്ങൾ ഇത്ര അകലത്തില് നടണം, അപ്പൊ 1 ഏക്കറിന് ഇത്ര വിത്ത് വേണം. അപ്പൊ അതിന്റെ എന്താ പ്രസക്തി എന്ന് ചോദിച്ചാല്, നമ്മള് അകലം പറയണത് എന്താന്ന് വെച്ചാല് ഈ അടുപ്പിച്ച് നട്ട് കഴിഞ്ഞാല് അവിടെ തിങ്ങി വളരുമ്പോ അവിടെ ഹ്യൂമിഡിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചൂട് കൂടുമ്പോ അല്ലെങ്കിൽ അവിടെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും, ഹ്യൂമിഡിറ്റി പുഴുക്കം കൂടും. അപ്പൊ നമുക്ക് കീടരോഗങ്ങൾ, നമുക്കറിയാം മഴക്കാറുള്ള സമയത്താണ് കീടരോഗങ്ങൾ കൂടുക. അപ്പൊ അതുപോലുള്ളൊരു ഇഫക്റ്റ് ഇവിടെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഹ്യൂമിഡിറ്റി ഉള്ള, അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്ന അകലത്തിൽ തന്നെ നടാനും അതുപോലെ വിത്തിന്റെ അളവും കറക്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കും. അതുപോലെ സമയത്ത് വിത്തിടുക അല്ലെങ്കിൽ നടുക. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിന്റെ പൂക്കണ സമയം അല്ലെങ്കിൽ മറ്റുള്ള സമയത്താവും ചില കീടങ്ങൾ കൂടുതൽ വരിക. അപ്പൊ ഇതൊരു സീസൺ അനുസരിച്ചാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ നടുന്ന സമയം 1-2 ആഴ്ച അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഇതിനെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് നമ്മൾ വിത്തിടാനോ അല്ലെങ്കിൽ നടാനോ ശ്രമിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളകള്, അതുപോലെ വെള്ളം കൊടുക്കണത്, വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലെ, ചീച്ചല് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക, അതിനുള്ളത് നോക്കുക. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ദ്രാവക ജൈവവളങ്ങള് തളിക്കാൻ നോക്കുക. അതേപോലെ ബയോളജിക്കൽ കൺട്രോൾ, അതായത് ഈ പലപ്പോഴും നമ്മുടെ, ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ ഒരു സൈക്കിള്, അപ്പൊ ഈ ചില കീടങ്ങളെ നശിപ്പിക്കുന്ന മിത്ര കീടങ്ങള് നമുക്കുണ്ട്, ചില ശത്രു കീടങ്ങളെ നശിപ്പിക്കുന്ന മിത്ര കീടങ്ങളുണ്ട്. അപ്പൊ ആ മിത്ര കീടങ്ങളെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിനൊക്കെ ഈ മണ്ടരി വന്നപ്പോ ചില ജീവികളെ ഈ മണ്ടരിയെ തിന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് അന്തരീക്ഷത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ശരിയായിക്കോളും, ബാലൻസ് ആയിക്കോളും, തന്നെത്താൻ സന്തുലിതാവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള ഇത് നമുക്ക് ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് കീടരോഗങ്ങളൊക്കെ നിയന്ത്രിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PGPR മിക്സ് 1 മിക്സ് 2. ഇതിൽ മിക്സ് 1 സൂക്ഷ്മ ജീവാണുവളങ്ങള്, മിക്സ് 2 രോഗങ്ങൾ വരാതിരിക്കാനാണ്, 2 ബാക്ടീരിയകളുടെ മിശ്രിതമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതിൽ ഉപയോഗിക്കുന്ന വിധവും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ഇവിടെ ചെയ്ത ഒരു പരീക്ഷണത്തില് നിങ്ങൾക്ക് ആ പടത്തില് ചുമന്ന വട്ടത്തില് നോക്കിയാൽ കാണാം ഒരു പുഴു. ആ പുഴുവിന്റെ മീതെ വെളുത്ത പ്രാണിയെ കാണും. ഇതെന്താണെന്ന് വെച്ചാല് നമ്മളത് ആകസ്മികമായിട്ട് കണ്ടെത്തിയതാണ്. ജൈവകൃഷി ചെയ്ത സ്ഥലത്ത് അവിടെ കണ്ടത് ഈ ശത്രു കീടത്തിന്റെ ശത്രു, അതായത് നമ്മുടെ മിത്രം, അത് തന്നെത്താൻ വന്നു ആ അന്തരീക്ഷത്തില്, കാരണം നമ്മൾ കെമിക്കൽ അടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ മീലി ബഗിനെ തിന്ന് നശിപ്പിക്കുന്ന പ്രാണികളാണ്. അപ്പൊ അങ്ങനെയുള്ളത് അന്തരീക്ഷത്തിൽ തന്നെ വളരുമ്പോ തന്നെ സ്വയം അതിന്റെ ഇത് കൂടും. ഇപ്പൊ ഈ നമ്മുടെ തെങ്ങിന്റെ മണ്ടരിയൊക്കെ ഒരു സീസണിൽ തന്നെ കുറഞ്ഞു, ചൂടിന്റെ പ്രശ്നം അങ്ങനെ പലതുമായിട്ട്. ഞാൻ പറയണത് പ്രകൃതി തന്നെ അതിനെ കൺട്രോൾ ചെയ്യും. പക്ഷെ അതിനെ നമ്മൾ തുരങ്കം വെക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെ മഞ്ഞക്കെണി നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ ഹൈദരാബാദ് പോയപ്പോ അവരൊരു തെങ്ങിന്റെ മുകളില് ഈ മഞ്ഞ ഷീറ്റ് ഏതാണ്ട് 1 അടി വീതിക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പല സ്ഥലത്തും തെങ്ങിന്റെ ഇലയമേ വെള്ളീച്ചകളുടെ ശല്യം നല്ലോണം ഉണ്ട്. ഏറ്റവും പറ്റിയൊരു ട്രിക്ക് ആണ്
ഈ ഷീറ്റ്, വെള്ള ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ട്, മഞ്ഞ ഷീറ്റ് കൊണ്ട്, കാരണം മഞ്ഞയോടെ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതിഞ്ഞ് അതിൽ അവണക്കെണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ പോലത്തെ അല്ലെങ്കിൽ വേപ്പെണ്ണ ഒക്കെ പുരട്ടി വെച്ചാല് ഇതുപോലെയുള്ള വെള്ളീച്ചകള് അതിൽ വന്ന് പെട്ടോളും. പച്ചക്കറി തോട്ടത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളിപ്പോ മറ്റേ പുറത്തുനിന്ന് മറ്റേ ഈ കടകളിൽ നിന്ന് വാങ്ങണ ഇതാണെങ്കിൽ അതിന് കുറച്ച് പൈസ കൂടും. അല്ലാണ്ട് നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കാലുമ്മ ചില പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് ചെറിയ മഞ്ഞ ഷീറ്റുകൾ ഉണ്ടാവും. അത് വാങ്ങിച്ചാലും മതി, അതിന് വളരെ ചെലവ് കുറവാണ്. അതിങ്ങനെ സ്ക്വയറിൽ വെട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കയറിൽ കെട്ടിയിട്ട് നമ്മുടെ കൃഷി സ്ഥലത്ത് തൂക്കിയിടുകയാണെങ്കിൽ ഈ വെള്ളീച്ചകളൊക്കെ അവിടെ വന്നു. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ജൈവ കീട രോഗ നിയന്ത്രണം ചെയ്യുമ്പോൾ നമ്മുടെ മിത്ര കീടങ്ങള് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും, ശത്രു കീടങ്ങള്. കാരണം ഈ ഇത് അകറ്റുകയാണല്ലോ ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഇഫക്റ്റ് കഴിയുമ്പോൾ ഇവർക്ക് വരാൻ പറ്റും. അപ്പൊ ഇവര് ഇതിനെ നശിപ്പിക്കാൻ ഇതാക്കില്ല, മിത്രങ്ങൾ. അങ്ങനെ വരുമ്പോ പ്രകൃതി തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് നമ്മള് പൊതുവായിട്ട് ഈ ജൈവ കൃഷിയില്. അതായത് കൂടുതൽ വിവരിക്കാവുന്നത് എന്താ വെച്ചാല് ഓരോന്നും എടുത്ത് പറയുമ്പോൾ കുറെ സമയം പോകും. ചുരുങ്ങിയ സമയത്തിനുള്ള അത്യാവശ്യം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചോളൂ. 9446 381 631. 9446 381 631. ഇനി നിങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ പ്രസന്റേഷൻ ആവശ്യമുള്ളവർക്ക് അതും അയച്ചു തരാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. പൊതുവായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അധികവും ജൈവ കൃഷിയുടെ പരീക്ഷണം ചെയ്തിട്ടുള്ളത് സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, നമ്മുടെ കക്കരി, അത്, വെണ്ട, പിന്നെ നെല്ല്, ഇത്ര എണ്ണത്തിലാണ് എന്റെ MSc PhD കുട്ടികളുടെ വർക്കായിരുന്നു. പിന്നെ അതുപോലെ അതിലാണ് നമ്മൾ അധികം ചെയ്തിട്ടുള്ളത്. അപ്പൊ മറ്റേതിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്തതിന്റെ ചില കാര്യങ്ങളാണ് പൊതുവായിട്ട് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങള് ചെയ്യുക. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നമ്മുടെ സാഹചര്യം മറ്റേ പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ പ്രകൃതിയോട് പൊരുത്തപ്പെട്ടുള്ള കൃഷി രീതിയിലേക്ക് പോയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭൂമി തന്നെ ഒരു പ്രത്യേക ഇതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നമ്മള് ഈ ഭൂമിയോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കൃഷി രീതി അവലംബിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ. മാഡം, PGPR 1-ന്റെ കൂടെ ചാരം ഇടാമെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളായണി കാർഷിക കോളേജിലെ PGPR മിക്സിന്റെ അതിന്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ചാരം കൂടെ ഇടരുത്, അത് ചാരം ഇട്ടെടുത്ത് ഉപയോഗിക്കരുത്, ജീവാണുക്കളഞ്ഞ് ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതെ, അതായത് ചാരം ഇടുമ്പോഴേ ചിലപ്പോ pH കുറെ കൂടും. അപ്പൊ ഇതിനൊരു പ്രത്യേക ഒരു 5.5 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫംഗസും ബാക്ടീരിയയും. ശരിക്കും ബാക്ടീരിയ ആൽക്കലൈൻ കണ്ടീഷനും ഫംഗസ് അസിഡിക് കണ്ടീഷനിലാണ് പൊതുവെ കാണുക. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഏകദേശം ഒരു 5.5 to 6.5 എന്ന് പറയുമ്പോ ഒരു വിധം എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണല്ലോ. അതുകൊണ്ടാണ് ആ pH പറയണത്. അപ്പൊ ഈ ചാരൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ജൈവവളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് മേൽവളം അങ്ങനെയൊക്കെ കൊടുക്കണ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ സമയത്ത് ചാരം കൊടുക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ PGPR 1 മിക്സ് എന്ന് പറയുന്നത് NPK അതെല്ലാം അതിന്റെ ഒരു കൺസോർഷ്യമാണ്. നൈട്രജനെ അന്തരീക്ഷത്തിന് കൊടുക്കും, ഫോസ്ഫറസിനെ പൊട്ടാസ്യത്തിനെയും മണ്ണിലെ ലയിപ്പിക്കണ ബാക്ടീരിയയും കൂടെ ചേർത്തിട്ടാണ്. അതിന്റെ ഒരു കൺസോർഷ്യമാണ് അല്ലേ? അതെ അതെ. അപ്പൊ PGPR 2 മിക്സോ? PGPR 2 എന്ന് പറയുന്നത് രോഗങ്ങൾ വരാതിരിക്കാനാണ്. അതിനെതിരെയുള്ള എനിക്ക് തോന്നുന്നത് സ്യൂഡോമോണാസും ബാസില്ലസ് അങ്ങനെ ഏതോ 2 കോമ്പിനേഷൻ ആണ്. അതിന്റെ കൺസോർഷ്യം ആണല്ലോ PGPR മിക്സ് 2. അതെ അതെ, രോഗങ്ങൾക്കുള്ള കൺസോർഷ്യം. രോഗങ്ങൾക്കെതിരെ PGPR മിക്സ് 2 ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ കൊഴിഞ്ഞിൽ എന്ന് പറഞ്ഞ ഒരു സൈസ് പയറാണ്. അതെ, പയർ പോലെ, പക്ഷെ നമ്മൾ കഴിക്കണ പയറല്ല അത് പച്ചിലവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പഞ്ചഗവ്യം നമുക്ക് അവിടെ യൂണിവേഴ്സിറ്റി വാങ്ങിക്കാൻ കിട്ടുമോ? ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളാനിക്കര. എവിടെയാണ് വീട്? ഞാൻ കരമന. വെള്ളായണിയിൽ കിട്ടുമോ? വെള്ളായണിയില് അത് അറിഞ്ഞൂടാ, ടീച്ചർമാരോട് ചോദിക്കണം.
അതുപോലെ നമ്മുടെ ഈ പിന്നെ മാം നേരത്തെ ഈ പറഞ്ഞല്ലോ ജീവാമൃതം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഒരു പണിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അല്ല നമുക്ക് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കാം. കഴിവതും നമ്മള് ജൈവ കർഷകരായിട്ടുള്ള നമ്മൾ തന്നെത്താൻ ഉൽപ്പാദിപ്പിക്കാൻ ആദ്യം ശ്രമിക്കുക, എന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതല്ല ഇതില്ല. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. അതാണ് നമ്മളുടെ വിജയം കിട്ടുന്നത്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒരു ഓൺലൈൻ വഴിയൊക്കെ കിട്ടും. പക്ഷെ അതിന്റെ ഗുണം ഗുണം കിട്ടണമെന്നില്ല. ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഈ പശുവൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പൊ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പശു എന്റെ മാടം ഞാൻ 3.5 സെന്റ് സ്ഥലത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചു വെച്ചിട്ടുണ്ട്, വെരി ഗുഡ്. അറിയോ. പക്ഷെ അല്ല, അവിടെയല്ല പറയുന്നത്. ആവശ്യമുണ്ടോ, ചെയ്യാൻ മനസ്സുണ്ടോ? 1 സെന്റ് സ്ഥലം എന്നല്ല, 1/2 സെന്റ് സ്ഥലത്തിലും കൃഷി ചെയ്യാൻ അത് പറയരുത്. 3 സെന്റ് ഇല്ല. ആവശ്യക്കാരനാണ് ഔചിത്യം ഉള്ളത്. ആവശ്യമാണ് നമ്മളുടെ മുഖ്യമായ ധാരണയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിജയം കാണാൻ പറ്റും. അല്ലാണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കിത് വിജയം കാണാമെന്നുള്ളതല്ല കാണേണ്ടത്. നമ്മൾ അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു 10 ഗ്രോ ബാഗ് വെക്കണവരോ, പശു ഉണ്ടാവില്ല, ചിലപ്പോ അടുത്തുനിന്ന് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതുകൊണ്ടാണ് ഈ സിറ്റി ആൾക്കാരെ കണ്ടിട്ടാണ് ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഇവിടുന്ന് വിൽക്കണത്. അല്ല, ഞാൻ പറഞ്ഞ വിൽക്കുന്നതിന്റെ കാര്യമല്ല പറഞ്ഞത്. നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയുന്ന, അതായത് വെറും ഒരു കുറച്ച് പഞ്ചഗവ്യം ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ലല്ലോ മാഡം. നിസ്സാരമായ ഒരു 1/2 മണിക്കൂർ സമയം പോലും മതി അതിനെ ഉപയോഗിക്കാനായിട്ട്. അതെ അതെ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്, തീർച്ചയായിട്ടും. മാം, പയറിലെ തണ്ടുകുരപ്പൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? പിന്നെ ഒരു കാര്യം കൂടെ, ഈ ജൈവത്തില് നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കമെൻഡേഷൻ തരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നൊരു ചിട്ടയായിട്ട് ചെയ്താൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാം. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം തണ്ടുകുരപ്പനും ജൈവം അങ്ങനെയായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടുമില്ല, അങ്ങനെ കിട്ടാനും സാധ്യത. മാഡം ജൈവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മാഡം പറഞ്ഞ പോലെ ചാർട്ട് റെഡിയാക്കി കണ്ട് ഓരോ ദിവസം ഓരോ മെത്തേഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. കാരണം ജോൺസറി സാറിന്റെ ക്ലാസ്സുകളിലാണെങ്കിലും മറ്റുള്ള സാറിന്റെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ സുഡോമോണസ് ആണ് അടിക്കുന്നതെങ്കിൽ നാളെ ഫിഷ് അമിനോ ആസിഡ് അടിക്കണം. മറ്റന്നാൾ നമ്മൾ അല്ലാണ്ട് ഞാൻ ഇന്ന് ഫിഷ് അമിനോ അല്ല സുഡോമോണസ് അടിച്ച് നാളെ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എന്റെ പീലിപ്പൊക്കെ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതുങ്ങളെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ തന്നെ പരിപാലിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാൻ നട്ടു, എനിക്ക് നാളെ പാവയ്ക്ക കിട്ടണം, അല്ലെ പടവലങ്ങ കിട്ടണം, എനിക്ക് തേങ്ങ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അധ്വാനിക്കാമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മനസ്സും അതുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പച്ചക്കറി കൃഷിക്കകത്ത് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് കൃഷി ഇറങ്ങിയിട്ട് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ല. ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൂനം കൃഷിയാണ്. അതായത് ആവിഷ്കരിച്ചു വന്നിട്ടുള്ള ഒരു കൃഷിയാണ്. അപ്പൊ നമുക്ക് ആ ആവിഷ്കാരത്തിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രമിച്ചിട്ടേ കാര്യത്തുള്ളൂ. കാരണം നമുക്കിപ്പോ മാഡം പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് അടിച്ചു, കാണുന്നില്ല. എന്നാൽ നാളെ നമുക്ക് വെറ്റിലിസി അടിച്ചു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ കാശിനെ അടിച്ചു നോക്കാം. ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് ഇച്ചിരി ഉണ്ടാക്കി വെക്കണം. ദിവസം ഇതിനൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ച ദിവസം ഇതിനെ ഒരു പരിചരണ ഒരു തലോടൽ ദിവസം ആക്കണം. അങ്ങനൊക്കെ വേണം ഇങ്ങനെ കൃഷിയിലേക്ക് വരുള്ളൂ. തീർച്ചയായിട്ടും. മെയിൽ ഐ ഡി എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാലും മതി. ഞാനിപ്പോ പറഞ്ഞ കിരിയാത്തന്വേഷണം അടിച്ചാൽ മതി. നീരുറ്റി കുടിക്കുന്ന കിരിയാത്ത് എന്ന് പറയുന്ന സാധനം കിട്ടും. അതിന്റെ ചോദിച്ചിരുന്നല്ലോ പയറിന്റെ കാര്യം. ഞാന് ജൈവകൃഷി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നതും ഈ വളങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ 2-3 പ്രാവശ്യം നല്ല വിളവെടുത്ത് കഴിഞ്ഞപ്പോ എന്റെ പയറെല്ലാം ചെറിയതായിട്ട് വരുന്നുണ്ട്. ഇത് തളിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ ഈ ദ്രാവക ജൈവവളങ്ങൾ തളിക്കാറുണ്ടോ? എന്തോ ഈ പറഞ്ഞ ദ്രാവക ജൈവവളങ്ങളെ പഞ്ചഗവ്യം ഇതൊക്കെ തളിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഗൾഫിലാണ്. പഞ്ചഗവ്യൊന്നുമില്ല. പക്ഷെ ഞാൻ EM സൊല്യൂഷൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് അമിനോ ഉണ്ട്. പിന്നെ ഈ ഇലകളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും മേമിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ പറിക്കുന്ന പയറിലെല്ലാം അതിന് വലിപ്പക്കുറവ്. അപ്പൊ തണ്ടിൽ നോക്കിയപ്പോ എന്തോ ഒരു കുത്ത് പോലെ ഉണ്ട്. എനിക്കൊരു സംശയം, അത് തണ്ടുകുരപ്പനാണോ അതോ കൈതുരപ്പനാണോ? പക്ഷെ പുഴുവിനെ ഒന്നും കണ്ടിട്ടുമില്ല. കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് പറയാൻ അറിയില്ല.
നമ്മളിപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു പയറിലൊന്നും നമ്മൾ അത്രയും ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാവോ? ആ ചോദ്യം എന്താ പ്രശ്നം എന്നുള്ള ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാവോ? കണ്ടുതുരപ്പൻ പോലെ പയറില് അതിപ്പോഴത്തെ ഇപ്പൊ കായ്ക്ക് വന്നിട്ട് അത് വലിപ്പം ഇതിന് കുറവാണ്. നല്ല വലിപ്പമുള്ള കായായിരുന്നു. പിന്നെ ഒരേ കായയുടെ സമയത്ത് ഒരേ ബാഗിൽ തന്നെയാണോ ഇത് നടുന്നത്? അല്ല, ഞാൻ കുറച്ച് സ്ഥലത്താണ്, എനിക്ക് സ്ഥലപരിമിതിയൊക്കെ ഉണ്ട്. ഞാനപ്പം എനിക്ക് എന്റെ മതിലിന്റെ സൈഡിലുള്ള കുറച്ച് സ്ഥലം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വീട്ടിനകത്തിലും ടെറസിലും അല്ല നമ്മുടെ മുറ്റത്ത് ചെയ്യുന്ന പോലെ നോക്കാനൊക്കത്തില്ല. പക്ഷെ എങ്കിലും നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ അത് വിളവെടുത്തപ്പോ ഇങ്ങനെയാണ്, ചെറിയ പയറായിട്ട് വരുന്നു. ഞാൻ നോക്കിയപ്പോ ഇലയിൽ ഇങ്ങനെ ചെറിയ കുത്തുകൾ കാണുന്നുണ്ട്, ഇലയിലല്ല തണ്ടില്. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി ഇത് തണ്ടുതുരപ്പനാണോ എന്ന്. പക്ഷെ പുഴുക്കളെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇതിന്റെ ചുവട്ടിലിട്ടിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി വേപ്പും പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നാളെ അത് സ്പ്രേ ചെയ്യാവുന്ന കൊണ്ട് ചെയ്തോളൂ. പിന്നെ ഈ നിംബിസിഡിൻ അവിടെ കിട്ടുന്നുണ്ടോ? വേപ്പെണ്ണയുടെ ഉണ്ടായിരുന്നു മാം. ഞങ്ങൾ ഈ കോവിഡ് കാരണം ഈ വർഷം വരാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു വളവും കയ്യിലില്ല. നിംബിസിഡിൻ കുറച്ചും കൂടെ ഇഫക്റ്റീവാന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എന്റെ കയ്യിൽ എന്തായാലും ഈ വേപ്പും പിണ്ണാക്ക് വെള്ളത്തിലിട്ടതൊന്ന് സ്പ്രേ ചെയ്യൂ. തണ്ടിലും ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ധൃതരാഷ്ട്ര പച്ചയുടെ ബൊട്ടാണിക്കൽ നെയിം ഒന്ന് പറയാമോ? മൈക്കേനിയ മൈക്രാന്ത. മൈക്കേനിയ മൈക്രാന്ത. അത് നെറ്റിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അടിച്ചു നോക്കിയാൽ. മാം, ഞാനും ഫിഷ് അമിനോ ആസിഡും മെഗാ അമിനോ ആസിഡും എല്ലാം ചെയ്യുന്നുണ്ട്. 25 വർഷമായിട്ട് ടെറസ് കൃഷി വിജയകരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. വെരി ഗുഡ്. മാമിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. ശരിക്കും കുറച്ചും കൂടി മാം, ഈ കളകള് വളമുണ്ടാക്കുന്നില്ല, അതൊന്ന് പറയാമോ? കളകളെ നമ്മളെല്ലാം ചെത്തിയെടുക്കുക. കളകള് മുറിച്ചെടുത്തിട്ട് ഒന്നുകിൽ ഗോമൂത്രം, ഇപ്പൊ ഗോമൂത്രം അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാം. എന്നിട്ട് അതിൽ മുക്കി വെക്കാം. എന്നിട്ട് ഒരു 2 കിലോ ഒരു 10 ലിറ്ററിൽ മുക്കി വെക്കാം. എന്നിട്ട് അത് ഒരു 10 ദിവസം കഴിയുമ്പോ അതിന്റെ വെള്ളത്തിലാണോ മുക്കി വെക്കേണ്ടത്? വെള്ളം ഓർ മൂത്രം ഏതാണെന്ന് വെച്ചാ. എന്നിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ചണ്ടൊക്കെ മാറ്റിയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കും. വേറെ ഏതിലൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പ് ഇടണം, പിന്നെ ശർക്കര ഇടണം. ഉപ്പിന്റെ ആവശ്യമില്ല, ശർക്കര ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എന്താ പറയാ, ഇതിന്റെ ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനാണ്, ഈ മൈക്രോ ഓർഗാനിസം പെരുകാൻ വേണ്ടിയാണ്. ശരി. അപ്പൊ ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഈ വെള്ളത്തിൽ മാത്രം ഇതിട്ടിട്ട് അതിന്റെ അടിച്ചു കൊടുക്കാം അല്ലെ? നമ്മളിവിടെ അങ്ങനെ ചെയ്യണത്. അതിന്റെ അതിന്റെ തെളി എടുത്തിട്ട് സ്പ്രേ ചെയ്യും. ഞാനിങ്ങനെ പരിശോധിച്ചു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഇന്നിപ്പോ പടവല നോക്കുമ്പോൾ വലിപ്പുള്ളൂ. പടവല ഈ കായ്ച്ചയുടെ കെണി എന്തായാലും വെക്കണം. പടവല കയ്പയ്ക്കൊക്കെ കേട്ടോ. അതിന്റെ ഇലന്റെ മേലെ ഇലന്റെ അടിയിൽ പുഴു. പുഴു ഉള്ളതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ രമേശ്, ഷെഡ്യൂള് ചെയ്ത് സ്പ്രേ ചെയ്യാം. പിന്നെ എപ്പോഴും നിങ്ങൾ നനയ്ക്കുമ്പോ ഒരു ദിവസം വേപ്പെണ്ണയൊക്കെ അടിക്കുന്നുണ്ട്. അതുപോരാ ഉഷ മാഡം, ഞാൻ ഒരു ഒരെണ്ണം പറഞ്ഞു കൊടുത്തോട്ടെ. നിങ്ങൾക്കിപ്പം ഇതിന്റെ അടിയിലുള്ള പുഴുവാണോ നിങ്ങളുടെ മുഖ്യമായ ശത്രു? ആണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു പിടി വേപ്പില എടുക്കുക. പുഴു എന്നിട്ട് ഇല മുഴുവൻ പോകുന്നു. ഇല മുഴുവൻ തിന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ ഇന്ന്. ഞാൻ പറയുന്നത് കേക്കൂ. ഒരു പിടി വേപ്പില എടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക. ഒരു 10 കുരുമുളക് എടുക്കുക, അല്ല 10 കാന്താരി. എന്നിട്ട് നന്നായിട്ട് ഒരു പൂണ്ട് വെളുത്തുള്ളി എടുക്കുക. നന്നായിട്ട് മിക്സിയിലിട്ട് അരക്കണം. കുഴമ്പ് പരുവത്തിലിട്ട് അരക്കണം. ഹലോ. എന്നിട്ട് അടിക്കാൻ നേരത്തെ ഞാൻ എഴുതുകയാണ്. ഒരു സ്പൂണ് വെള്ളുള്ളി. പിന്നെ എന്താ പറഞ്ഞത്? അതായത് ഒന്ന് ഇതിൽ ടൈം ഉണ്ടോ, അലോട്ടഡ് ആണോ എന്ന് അറിയില്ലെങ്കിൽ കാന്താരി, വെളുത്തുള്ളി, മഞ്ഞള്, ഇഞ്ചി, വേപ്പില, ആര്യവേപ്പിന്റെ ഇല. അപ്പൊ അത് നന്നായിട്ട് അരയ്ക്കുക. അരച്ചു കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചോ, ഫ്രിഡ്ജിൽ വെച്ചോ, കുഴപ്പമില്ല. അത് ചീത്തയാവില്ല. അത് നമ്മൾ അടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒരു സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. വെള്ളത്തിൽ കലക്കിയിട്ട്
അടിക്കാൻ നേരത്ത് ഒരിച്ചിരി ഒരു കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സമൂലം അടിച്ചു കൊടുക്കണം. സമൂലം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടി തൊട്ട് മോള് വരെ, മനസ്സിലായി. അടി തൊട്ട് മോള് വരെ. ഇത് അടിക്കുന്നതിനെക്കാട്ടി മുമ്പ് എപ്പോഴും നമുക്ക് മിക്കവർക്കും പറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികൾക്ക്. ഒരു അരമണിക്കൂർ ഇതിനെ അങ്ങോട്ട് വെറുതെ വിട്ടേക്കണം ഈ ചെടികളെ. അതിനുശേഷം മാത്രമേ നമ്മൾ ഏത് പെറ്റ്സൈഡ്സ് ആണെങ്കിലും ഇതിൽ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന KV ദയാൽ സാറിന്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മറ്റുള്ളതും ഒക്കെയാണ് ഞാൻ പലർക്കും ഷെയർ ചെയ്യാറുള്ളതും ഇതും. പിന്നെ ഞാൻ സ്വയമായിട്ട് കുറെ ഇങ്ങനെയൊക്കെ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടി. നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ഇതൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വളം കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ വീടുകളിൽ വെട്ടിവെക്കുന്ന മീനിന്റെ ഒരു പാത്രത്തിനകത്തിടുക. എന്നിട്ട് കുറച്ച് കരി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. സുഖമായിട്ട് കിട്ടും. ഹലോ, എന്റെ നമ്പർ 9495 026 489 മാഡം. 489. ഓക്കേ. അതെ. അപ്പോ സോറി, ഇന്റർനെറ്റ് കട്ടായി പോയി. അടിക്കുന്നതിന്റെ മുമ്പ് വെള്ളം സ്പ്രേ ചെയ്യണം എന്നാണോ പറഞ്ഞത്? അതെ. ഞങ്ങളുടെ മാഡം ഉഷാ മാഡം ഉണ്ടല്ലോ എന്റെ അകത്ത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ 9495 026 489. താങ്ക് യു. ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ രമേഷ് കുമാർ എന്ന് കാണാം. ഓക്കെ. വിളിച്ചോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞുതരാം. എന്നാൽ അറിയുന്ന പോലെ പറഞ്ഞുതരാം. യാതൊരു മടിയില്ല. ഞാനും മാഡത്തിനെ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കൃഷിഭവനുകളിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. പറഞ്ഞപ്പോഴേ അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് ഇതിലേതാണ്? അത് വെർട്ടിസീലിയം, ലെക്കാനിസീലിയം. അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പോ, ലെക്കാനിസീലിയം. അതാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് നല്ലത്. പ്യൂറിയ പുഴുക്കൾക്കും നീരൂറ്റി കുടിക്കുന്ന പ്രാണിക്കും ഉണ്ട്. പക്ഷെ മറ്റേതാണ് കൂടുതൽ എഫക്റ്റീവ്. ഏത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക്. കിരിയാത്തിന്റെ സത്ത് ഏറ്റവും നല്ലതാണ്. കിരിയാത്ത് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ പ്രയോഗിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ മാഡം. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ ഞാൻ പ്രയോഗിക്കുന്ന സംഭവമാണ്. ഞാനൊരു 5 വർഷം മുമ്പ് ഈ മറ്റേ നമ്മുടെ കഷായം ഉണ്ടല്ലോ, വേസ്റ്റ് കൊണ്ടുള്ള കഷായം, അതൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ബക്കറ്റിന്റെ അകത്ത് ഉണ്ടാക്കി നമുക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ. ചെയ്തുകൂടെ? ആൾക്കാർ ചെയ്യൂല. കാരണം കൈ നനയാതെ എങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം മാഡം, കർഷകൻ എന്ന് പറഞ്ഞാല് കൈയുടെ വെള്ളം നനയുകയും കൈയുടെ വെള്ളയിൽ ചെളി പറ്റുകയും കാലിന്റെ പാദം നനഞ്ഞ് മണ്ണിനോട് അഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ മണ്ണിന്റെ ഗന്ധം എന്തെന്ന് അറിയത്തുള്ളൂ. അല്ലാണ്ട് നമ്മള് കാലും കയറ്റി വെച്ച് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കൃഷി നടപ്പാകൂല എന്ന് 100-130% ഞാൻ പറയാം. ശരിയാണ്. ഹലോ, ഈ വെബിനാറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രൂപ്പിൽ ഇടാം, അല്ലെങ്കിൽ ഉഷ ടീച്ചറിന്റെ നമ്പർ ഞങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ടീച്ചറിനോട് നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഇനി കൂടുതലുള്ള സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഉദ്യാന വിളകളുടെ ഉഷ ടീച്ചറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. 381 അല്ലേ? 3816331. ഓക്കെ, വാട്സ്ആപ്പ് നമ്പർ ആണ്. താങ്ക് യു മാഡം. ഉദ്യാന വിളകളുടെ ജൈവ പരിപാലന രീതികൾ വളരെ പ്രായോഗികമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വളരെ പ്രയോജനപ്രദമായ രീതിയിൽ അവതരിപ്പിച്ച ഡോക്ടർ ഉഷ ടീച്ചറിന് ഈ വെബിനാർ സംഘാടകരുടെ പേരിലും ഇതിൽ പങ്കെടുത്ത കർഷകരുടെയും പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വെബിനാറിൽ സജീവമായി പങ്കെടുത്ത കർഷകർക്ക്
സംഘാടകരുടെ പേരിലുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. അടുത്ത ക്ലാസ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. വിഷയം ഹൈടെക് ഹോർട്ടിക്കൾച്ചർ. ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ സി നാരായണൻകുട്ടി, വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ അസോസിയേറ്റ് ഡീനാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വെബിനാർ ഇവിടെ അവസാനിച്ചു.